السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ശ്രേഷ്ഠരായ നേതാക്കളെ, മദ്ഹിൻ്റെ, സ്നേഹത്തിൻ്റെ, ഇഷ്കിൻ്റെ, പിരിശത്തിൻ്റെ വീതിയിലേക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതുപോലെയുള്ള എല്ലാ വേദികളുടെയും നിത്യസാന്നിധ്യങ്ങളായ ഉമ്മമാരെ, സഹോദരിമാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് എവിടുന്ന് തുടങ്ങി എവിടെ അവസാനിപ്പിക്കണമെന്നതിൽ മദ്ഹിൻ്റെ ചക്രവർത്തിമാരൊക്കെയും പരിഭ്രമിച്ച അനുഭവമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇമാം ബൂസൂരി അവിടുത്തെ പ്രസിദ്ധമായ മദ്ഹ് കാവ്യത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഏകദേശമൊക്കെ പ്രകീർത്തിക്കണമെന്ന വിചാരത്തിൽ അവിടുത്തെക്കുറിച്ച് പറഞ്ഞ് പാടി അനുഭവിച്ച് സ്നേഹിച്ച് ആ ഖസീദത്തുൽ ബുർദ അവസാനിപ്പിച്ചതിനു ശേഷം ഹബീബായ നബി തങ്ങളെക്കുറിച്ച് വളരെ കുറച്ചല്ലേ എനിക്ക് പറയാൻ കഴിഞ്ഞുള്ളൂ എന്ന വ്യാകുലതയിൽ വമാ മദഹ്തു മുഹമ്മദൻ ബി ഖസീദത്തി ലാക്കിൻ മദഹ്തു ഖസീദത്തി ബി മുഹമ്മദി എന്ന് ചൊല്ലുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ എൻ്റെ കാവ്യസമാഹാരത്തിൽ ഹബീബായ നബി തങ്ങളെ പുകഴ്ത്തിയില്ല, എനിക്കതിന് സാധിച്ചില്ല. പക്ഷേ എൻ്റെ കാവ്യത്തിൻ്റെ പ്രമേയം ഹബീബായ നബി തങ്ങളായതുകൊണ്ട് എൻ്റെ കവിത ശ്രേഷ്ഠമായി. ഈ സദസ്സിൽ അത്രയൊക്കെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മുടെ പ്രമേയം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആർദ്രമായി നമുക്ക് അവിടുത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കടറിപ്പോകും, മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മുടെ പൂർവികർ അതാണ് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് മദീന ഷെരീഫിൻ്റെ പഴുത്ത മണലിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ്റെ താഴെ കാലിൽ ചെരുപ്പിടാതെ നടക്കാൻ മഹാനായ ഇമാമുന മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു നിർബന്ധിതനായത്. മദീനയുടെ അതിർത്തിയോളം കുതിരപ്പുറത്ത് വന്ന് അതിസമ്പന്നനായിരുന്ന മഹാനുഭാവൻ കുതിരയെ ഉപേക്ഷിച്ച് കാൽനടയായി ദർസ് നടത്താൻ മദീന പള്ളിയിലേക്ക് വരുന്നുണ്ട്. നബിതങ്ങൾ വിശ്രമിക്കുന്ന ആ മണ്ണിലൂടെ വാഹനപ്പുറത്ത് സഞ്ചരിച്ചുകൂടെ എന്ന നിഷ്ഠ, ആ ഒരു സ്നേഹം, ആ ഒരു താല്പര്യം, ഹബീബിനോടുള്ള ആ ഒരു ഇണക്കം, ഇതാണ് നമ്മുടെ പൂർവികർ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇമാമുൽ ആലം മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വരുമ്പോൾ ഒരാളൊരു ഹദീസ് ചോദിക്കുന്നത്. മഹാനുഭാവൻ മൈൻഡ് ചെയ്യുന്നില്ല, ചാടി ഇറങ്ങി ഒളുവെടുത്ത് വന്നിട്ടാണ് ഹദീസ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നു, ഞാൻ കുതിരപ്പുറത്ത് ഇങ്ങനെ വരുമ്പോൾ നബിയുടെ ഹദീസ് ചോദിക്കുക, നീ എങ്ങനെയാണ് ആ പുറത്തിരുന്നിട്ട് വാഹനയാത്രികനായി വന്ന് എനിക്ക് നബിതങ്ങളുടെ ഒരു വചനം നിനക്ക് പറഞ്ഞു തരാൻ കഴിയുക? നബിതങ്ങളുടെ ഓരോ നിമിഷത്തെയും അവർ പ്രണയിച്ചു. അവിടുത്തെ ഓരോ തന്തുക്കളെയും അവർ അവരുടെ ഹൃദയത്തിൻ്റെ താളവും ആത്മീയവിൻ്റെ സംഗീതവുമാക്കി മാറ്റിയെടുത്തു. ആ പൂർവികരുടെ മാർഗത്തിൽ അണിചേരാനാണ് വിവിധ പ്രയാസങ്ങൾ സഹിച്ച് അകലേ നിന്ന് ഈ പുരുഷാരം ഇവിടെ ഒരുമിച്ച് കൂടിയത്. അതുകൊണ്ട് നിബിധങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തീർക്കുമെന്ന് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് മുമ്പിൽ അവകാശപ്പെടില്ല. എന്തൊക്കെയോ പറയാൻ ശ്രമിക്കും. ഇമാം ബൂസൂരി പറഞ്ഞതുപോലെ നമ്മുടെ പ്രമേയം ഹബീബായ റസൂൽ തങ്ങളായതുകൊണ്ട് നമ്മൾ അനുഗ്രഹീതരാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പടച്ച റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. ആരായിരുന്നു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം? എന്തായിരുന്നു അവിടുത്തെ ആഗമനോദ്ദേശ്യം? ആഗമനത്തിന് ശേഷം ഹബീബായ നബി തങ്ങൾ ഈ ലോകത്തെ ഏതു വിധത്തിൽ സ്വാധീനിച്ചു? ഇന്നും എതിർത്തും അനുകൂലിച്ചും നബിതങ്ങൾ നിത്യമായി ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ കാരണം എന്താണ്? നബിതങ്ങളില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് നമ്മൾ വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്കിയാൽ ആ ലോകം എങ്ങനെയുണ്ടാകും?
1500 തിരുവസന്തത്തിൻ്റെ പടിമുറ്റത്തു തന്നെ ഇത്തരം 100,000 കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാനുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം നമുക്കറിയാം. അവിടുന്ന് സാധാരണ അറബി പയ്യനല്ലായിരുന്നു എന്ന് നമുക്കറിയാം. യാദൃച്ഛികമായിരുന്നില്ല അവിടുത്തെ ആഗമം എന്നും നമുക്കറിയാം. ചരിത്രം കാതോർത്ത് നിന്നൊരു തിരുജന്മമായിരുന്നു അത്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തി റബ്ബിനോട് തന്നിൽ നിന്ന് സംഭവിച്ചു പോയ അപാകത്തിൽ മാപ്പ് ചോദിക്കുന്നത് 35-ലധികം പണ്ഡിതന്മാരെങ്കിലും ഉദ്ധരിക്കുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ നബിതങ്ങളെ മുൻനിർത്തി ഞാൻ ചെയ്തു പോയ ആ ഒരു അകർത്യം എന്നിൽ നിന്ന് പൊറുക്കേണമേ എന്ന് പറയുമ്പോൾ പടച്ച റബ്ബ് ഇടപെടുന്നുണ്ട്. ഞാൻ ഇതുവരെയും ഭൗതിക പ്രപഞ്ചത്തിലേക്ക് കൊണ്ടുവരാത്ത മുഹമ്മദ് നബിയെ താങ്കൾ എങ്ങനെ മനസ്സിലാക്കിയെന്ന്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എൻ്റെ സൃഷ്ടിപ്പിന് ശേഷം ഞാൻ നിൻ്റെ അർശ് ശ്രദ്ധിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നു നിൻ്റെ നാമത്തോടൊപ്പം മുഹമ്മദ് എന്ന നാമം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മദ്ഹിൻ്റെ വേദിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വല്ലാതെ ഇൽമു പറയാൻ ഞാൻ അശക്തനാണെന്ന് നിങ്ങളെക്കാൾ ഞാൻ ബോധവാനുമാണ്. നമ്മൾ ഈ പരിപാടി കഴിയുമ്പോഴേക്ക് കുറേയേറെ സ്വലാത്ത് ചൊല്ലിയിരിക്കണം. ആ സലാത്ത് കൊണ്ട് ഈ വേദി മുഖരിതമാവണം. ആ സലാത്തിൻ്റെ ഈർപ്പത്തിൽ നമ്മുടെ പാപം പൊറുക്കണം. അതുകൊണ്ട് ഹബീബായ നബിതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആരും ശ്രദ്ധിക്കാതിരിക്കരുതെന്ന് ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ പൂർവ്വ പിതാവ് അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ ഞാൻ സൃഷ്ടിപ്പിന് ശേഷം മുകളിലേക്ക് നോക്കിയപ്പോൾ നിൻ്റെ അർശിൽ നിൻ്റെ നാമത്തോടൊപ്പം മുഹമ്മദ് എന്ന പേര് കണ്ടു. സ്വാഭാവികമായി ഞാൻ ആലോചിച്ചു, നിനക്ക് അത്രമേൽ ഇഷ്ടമുള്ള ബന്ധമുള്ള അടുപ്പമുള്ള ഒരാളുടെ പേരെ നിൻ്റെ കൂടെ ചേർന്ന് വരുള്ളൂ എന്ന്. അതുകൊണ്ടാണ് മുഹമ്മദ് നബിയെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ പാപത്തിൽ നിന്ന് എന്നിൽ നിന്ന് സംഭവിച്ച ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ഞാൻ മാപ്പ് ചോദിക്കുന്നത്. പിന്നീട് ഇങ്ങോട്ട് വന്ന ഓരോ പ്രവാചകനും അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ യാദൃച്ഛികമല്ല റസൂലിൻ്റെ ഈ ലോകത്തേക്കുള്ള ഉണ്മ എന്ന് പറയുന്നത്. ഓരോ പ്രവാചകനും ഹബീബായ നബി തങ്ങളെ പുകഴ്ത്തിക്കൊണ്ടേയിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഈ ഉമ്മത്തും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നത് അന ദഅവത്തു അബി ഇബ്രാഹിം, എൻ്റെ പൂർവ്വപിതാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനാ ഫലമാണ് ഞാനെന്നാണ്. നമ്മെ വല്ലാതെ സ്നേഹിച്ചു നമ്മുടെ പൂർവ്വപിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അല്ലാഹുവിൻ്റെ റസൂൽ മിഅ്റാജ് നടത്തിയ രാത്രിയിൽ വാനലോകത്ത് വെച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രിയപ്പെട്ട പൗത്രനെ കാണാൻ വരുന്നുണ്ട്. നബിതങ്ങളുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങയുടെ സമൂഹത്തിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ ഉദ്യാനങ്ങളിൽ അവർക്കിഷ്ടപ്പെട്ട ഫലവർഗ്ഗങ്ങൾ കായ്ച്ച് പന്തലിച്ച് നിൽക്കുന്ന വൃക്ഷത്തൈകൾ ദുനിയാവിൽ വെച്ച് നട്ടു വളർത്താൻ പറയണമെന്ന് വസിയത്ത് ചെയ്യുന്നുണ്ട്. തൻ്റെ പിതാവിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കുകയാണ്, എങ്ങനെ ഞങ്ങൾ സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഫലവൃക്ഷങ്ങൾ സൃഷ്ടിച്ചു വെക്കുന്നത്, നട്ടു വളർത്തുന്നത്? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കാൻ ഉമ്മത്തിനോട് പറയുക. അത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഫലങ്ങളുടെ വൃക്ഷങ്ങൾ സ്വർഗത്തിൽ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മളോട് അത്രമേൽ ബന്ധമുണ്ടായി നമ്മുടെ പൂർവ്വപിതാവ്. ഈ ഒരു ഉമ്മത്തിൻ്റെ ഉണ്മയ്ക്ക് വേണ്ടിയാണ്, പ്രവാചകരുടെ ആഗമത്തിന് വേണ്ടിയാണ് ആറ്റുനോറ്റ് വൃദ്ധനായ കാലത്ത് വന്ധ്യയാകുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഹാഗാറിൽ ജനിച്ച ഇസ്മായേൽ എന്ന് പറയുന്ന കുട്ടിയെ പാറാൻ മരുഭൂമിയിൽ കൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉപേക്ഷിച്ചു പോകുന്നത്. ആ ഒരു പിതാവിൻ്റെ മനസ്സ് വായിച്ചു നോക്കും. നമ്മൾ കാത്തുകാത്തിരുന്ന് ജനിച്ചൊരു കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ ആ കുട്ടിയെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അത്രമേൽ ഫീൽ ചെയ്യൂല. നേരെ മറിച്ച് ഖുർആൻ സൂറത്തു സ്വാഫാത്തിൻ്റെ വചനങ്ങൾ ഉദ്ധരിച്ചാൽ ഫലമ്മാ ബലഗ മഅഹു സഅയ്, ആ കുട്ടി പിതാവിനോടൊപ്പം നടക്കാനും ഓരോ കാര്യങ്ങൾ കൊഞ്ചിപ്പറയാനും സംസാരിക്കാനും പിതാവുമായി ഏറ്റവും ആർദ്രമായ ബന്ധം രൂപീകരിക്കപ്പെടുകയും ചെയ്ത സന്ദർഭത്തിൽ പടച്ച റബ്ബ് ആ കുട്ടിയെ ബലി നൽകാൻ വേണ്ടി കൽപ്പിക്കുന്നു. മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമാകുന്ന
ഹബീബായ റസൂലിൻ്റെ താവഴി ഇബ്രാഹിം നബിയിൽ നിന്ന് കടന്നു വരേണ്ട ആ വിശുദ്ധ പാരമ്പര്യത്തിൻ്റെ ശുദ്ധീകരണം പടച്ച റബ്ബ് ആഗ്രഹിക്കുന്നു. പിന്നീട് ഈ കുഞ്ഞിനെ, സ്നേഹത്തോടെ വളർത്തിയ കുഞ്ഞിനെ പാറാൻ മരുഭൂമിയിൽ, ബൈബിളിൻ്റെ ഭാഷയിൽ ആവർത്തന പുസ്തകത്തിൻ്റെ 32-ാം അധ്യായത്തിലൊക്കെ പറയുന്ന പാറാൻ മരുഭൂമിയുടെ നിർജ്ജന ശൂന്യതയിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉപേക്ഷിച്ചു പോരുന്നു. ആ ഒരു പിതാവിൻ്റെ മനസ്സ് വായിച്ചു നോക്കൂ. പ്രവാസികൾക്കത് പെട്ടെന്ന് മനസ്സിലാകും. 1 മാസം 2 മാസം നാട്ടിൽ പോയിരുന്ന് കുട്ടികളോട് നന്നായിട്ട് ബന്ധമായി, കുട്ടികൾ ഉപ്പാനെയും ഉപ്പാക്ക് കുട്ടിയെയും കാണാൻ പറ്റാത്ത അവസ്ഥ വന്ന് ലീവ് കഴിയുന്ന സമയത്ത് കണ്ണും തുടച്ചൊരു പോരലുണ്ട്. അത് പ്രവാസികൾക്ക് ശരിക്കും മനസ്സിലാവും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആറ്റുനോറ്റുണ്ടായ കുഞ്ഞ്, അഗാർ വന്ധ്യയായിരുന്നു, സാറ വന്ധ്യയായിരുന്നു. അവരിലൊക്കെയും പ്രതീക്ഷ വെച്ച് പ്രാർത്ഥനയുടെ ഫലമായി അവസാനം ജനിച്ച കുഞ്ഞുമോൻ, ഈ കുട്ടിയെ ഒരാൾ പോലും ഇല്ലാത്ത മക്കയുടെ മൊട്ടക്കുന്നുകളിൽ ഉപേക്ഷിച്ചു പോകുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഹജറ ബീവിക്ക് ഒരു കാര്യമേ അറിയേണ്ടതുണ്ടായിരുന്നുള്ളൂ, ഇത് അങ്ങയുടെ സ്വയം തീരുമാനമാണോ പടച്ച റബ്ബിൻ്റെ കൽപ്പനയാണോ? തലതാഴ്ത്തിക്കൊണ്ട് ആ പിതാവ് പറഞ്ഞു, അള്ളാഹു എന്നോട് അങ്ങനെ കൽപ്പിക്കുന്നു. ആ വാക്ക് കേൾക്കുന്ന മാത്രയിൽ ക്ഷമയുടെ ഒരു വലിയ ലോകം മഹതിയാകുന്ന ഹജറ ബീവി കീഴടക്കുന്നു. എന്തിനായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട പുത്രനെയും തൻ്റെ ഭാര്യയെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരാരുമില്ലാത്ത ആ ഒരു മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോകുന്നത്? നമ്മുടെ നാട്ടിൽ ഇറങ്ങിയ ഒരു പുസ്തകമാണ് ബർസ, ഡോക്ടർ ഖദീജ മുംതാസിൻ്റേത്. അവരതിൻ്റെ ആമുഖത്തിൽ എഴുതി വെക്കുന്നുണ്ട്, ഭീരുവായൊരു ഭർത്താവായിരുന്നു ഇബ്രാഹിം എന്ന്. ക്ഷമിക്കണം ഖദീജ മുംതാസ്, ഭീരുവായൊരു ഭർത്താവല്ലായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. താൻ എത്ര സഹിച്ചാലും, പുത്രദുഃഖം തന്നെ എത്ര അലോസരപ്പെടുത്തിയാലും ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമത്തിന് വേണ്ടി വേദി തയ്യാറാക്കേണ്ടത് തൻ്റെ ബാധ്യതയാണെന്ന ബോധമായിരുന്നു ആ ഭർത്താവിനും ആ പിതാവിനും ആ സമയത്തുണ്ടായത്. അങ്ങനെയാണ് ജർഹൂം ഗോത്രം അവിടെ തമ്പടിക്കുന്നത്. അങ്ങനെയാണ് അറേബ്യൻ നാഗരികത രൂപപ്പെടുന്നത്. അങ്ങനെയാണ് മക്ക ജനനിബിഡമായൊരു പ്രദേശമായി മാറുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരേണ്ടത് അവിടെ ജനതീതികളുണ്ടാവണം, അവിടെ നാഗരികത രൂപപ്പെടണം, അവിടെ സംവിധാനങ്ങളുണ്ടാകണം. അതിന് പുത്രത്യാഗമെന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ദുഃഖം ഉണ്ടാകുന്ന ആ ഒരു ഏർപ്പാട് നാം സ്വയം ഏറ്റെടുക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതാണ് തീരുമാനിച്ചത്. അല്ലാതെ ഭയന്ന് ഇറങ്ങിപ്പോകുന്നതല്ല, ഭീരുവായ ഭർത്താവല്ല. കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ബുദ്ധിമുട്ടോർത്ത് ജനങ്ങളെല്ലാവരും വല്ലാതെ ബേജാറായി നിൽക്കുന്നു. അതുകൊണ്ടാണ് ക്വയർ ജീവിതത്തിലേക്ക് ഞങ്ങൾ കേരളക്കാരെ കൊണ്ടുപോകുന്നത് എന്ന് എഴുതി വെച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ട്വീറ്റല്ല. കുടുംബവും സമൂഹമൊക്കെ ആയിട്ടുള്ള ജീവിതം കൊണ്ട് ജനങ്ങളാകെ പരിഭ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്വയർ, വിചിത്രമായ ജീവിതം എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകണം. അതിനുവേണ്ടിയാണ് യൂണിഫോം ഈക്വാലിറ്റി എന്ന് ട്വീറ്റ് ചെയ്ത മന്ത്രിയുണ്ട് നമ്മുടെ നാട്ടിൽ. ഇതല്ലായിരുന്നു സംഭവിച്ചത്. മക്കളെ വളർത്താൻ പ്രയാസപ്പെടുമെന്ന് കരുതിയല്ല ഇബ്രാഹിം നബി ഉപേക്ഷിച്ചു പോന്നത്, മറിച്ച് കാലത്തിൻ്റെ നായകർ അവതരിക്കേണ്ടത് മക്കയിലാണ്. അതുകൊണ്ടാണ് നിരന്തരം ഫോളോ അപ്പ് ചെയ്തത്, തൻ്റെ മകനെ കാണാൻ വന്നത്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ ചൈതന്യം കൈമാറാൻ യോഗ്യമല്ല തൻ്റെ മരുമകളെന്ന് തിരിച്ചറിയുന്ന ഘട്ടത്തിൽ മകനെ കാണാൻ വരുന്ന പിതാവാകുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകൻ വേട്ടയാടി വരുന്ന സന്ദർഭത്തിൽ വീടിൻ്റെ ഉമ്മറപ്പടി മാറ്റിവെക്കണമെന്ന് അവനോട് പറയണമെന്ന് തൻ്റെ മരുമകളോട് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആരാധ്യ ഭാര്യയോട് നിർദ്ദേശിക്കുന്നത്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വേട്ട കഴിഞ്ഞു വരുന്നു. ഭാര്യ ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. ഒരു വൃദ്ധം വന്നിരുന്നു, അങ്ങയെ ചോദിച്ചു. ഇവിടെ എങ്ങനെ തിരിഞ്ഞു നിന്നു. അവസാനം ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഉമ്മറപ്പടി മാറ്റിവെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചു ഇസ്മായിൽ നബി അലൈഹി സ്വലാം. അതെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോരൂന്നും പറഞ്ഞിട്ട് ആ ഭാര്യയെ തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി കൊടുക്കുന്നു. കാരണം ഭീരുവായി ഉപേക്ഷിച്ച് പോന്നതല്ലായിരുന്നു, ഇതൊരു ത്യാഗത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന വിശുദ്ധ ചൈതന്യം പരിശുദ്ധ ഖുർആൻ സൂറത്ത് ശുഅറാഇൻ്റെ 219-ാമത് വചനത്തിൽ പറയുന്ന വതഖല്ലുബക ഫിസ്സാജിദീൻ,
സാജിദീങ്ങൾ സുജൂദ് ചെയ്യുന്നവരിലായിട്ടുള്ള റസൂൽ തങ്ങളുടെ ഗമനം, ഇതിന് യോഗ്യമായ ഒരാളല്ലായിരുന്നു ആ സ്ത്രീ. അപ്പോൾ ഭീരുവായി ഉപേക്ഷിച്ചു പോയതല്ല എന്നർത്ഥം, മറിച്ച് സ്ഥിരമായി ഇടപെട്ടുകൊണ്ടേയിരുന്നു. അവസാനം ഈസാ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നു. അദ്ദേഹം പുണ്യപ്രവാചകരെ കുറിച്ച് സമൂഹത്തെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആൻ സൂറത്തു സഫ് 6-ാമത്തെ വചനത്തിൽ വൈദ് ഖാല ഈസ ഇബ്നു മറിയം എന്നും പറഞ്ഞിട്ട് ആ കാര്യം വിശദീകരിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. സമയം പരിമിതമായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ബൈബിളിൽ നബിയെക്കുറിച്ച് പറയുന്ന പാരാക്ലീറ്റസ് എന്ന് വെച്ചാൽ സഹായകൻ, ആശ്വാസപ്രദൻ, ആ ഒരു മഹാനുഭാവനെക്കുറിച്ച് അഹമ്മദ് എന്ന് നേർക്കുനേർ നമുക്ക് അറബിവൽക്കരിക്കാൻ പറ്റും. ആ അഹമ്മദ് നബിയാകുന്ന വലിയ പ്രവാചകൻ എൻ്റെ ശേഷം വരുമെന്ന് മഹാനായ ഈസാ മസീഹ് അലൈഹിസ്സലാം തൻ്റെ സമൂഹത്തെ ഉദ്ബുദ്ധരാക്കുന്നു. അദ്ദേഹം വാചാലമായി അത് പറഞ്ഞു. ഇനിയും പറവാനുണ്ട്, വഹിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 14-ാം അധ്യായത്തിലും 16-ാം അധ്യായത്തിലും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വ്യക്തമാക്കി പറയുന്നത് നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോയില്ലെങ്കിൽ സത്യത്തിൻ്റെ ആത്മാവ് വരില്ല. ഇനിയും പറവാനുണ്ട്, നിങ്ങൾക്ക് വഹിപ്പാൻ കഴിവില്ല. അവൻ വരുമ്പോഴോ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ വന്നു, സമൂഹത്തെ സകല സത്യത്തിലും വഴി നടത്തി. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. സൂറത്തുൽ മാഇദയുടെ 3-ാമത്തെ വചനത്തിൽ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തിയെന്ന് മുഹമ്മദ് റസൂൽ പ്രഖ്യാപിച്ചു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ മതം ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ഇതേക്കുറിച്ചാണ് ഈസാ മസീഹ് അലൈഹിസ്സലാം പറയുന്നത്, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഈസാ നബി മറ്റു ചിലത് കൂടെ പറഞ്ഞു, അവൻ സ്വന്തമായൊന്നും പറയാതെ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കും. പരിശുദ്ധ ഖുർആൻ ഇത് പൂരിപ്പിക്കുന്നുണ്ട്. സൂറത്തുൻ നജ്മിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ മാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അവിടുന്ന് സ്വന്തമായൊന്നും പറയില്ല, കേൾക്കുന്നത് പോലെ ന്യായം വിധിച്ചുകൊണ്ടേയിരിക്കും. ഈ പ്രവാചകനെ ഓരോ സമൂഹവും കാത്തുകാത്തിരുന്നു. സ്നാപക യോഹന്നാൻ എന്ന് ബൈബിൾ പരിചയപ്പെടുത്തുന്ന മഹാനായ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ദൈവത്വമായി കടന്നു വരുന്നൊരു രംഗം യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ കാണാൻ പറ്റും. അദ്ദേഹം ദീനീ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടത്തുമ്പോൾ ജൂതന്മാരും പരീശന്മാരും അന്നത്തെ ലേവ്യ പ്രമുഖരൊക്കെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, താങ്കൾ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അവർ വിസ്തരിച്ച് തന്നെ യോഹന്നാനോട് അന്വേഷിക്കുന്നു, നീ ഏലിയാവാണോ? ഇല്യാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്തേക്ക് ഉയർന്നു പോയെന്നും പിന്നീട് വരുമെന്നും അവർ വിശ്വസിച്ചിരുന്നു. യോഹന്നാൻ പറഞ്ഞു, അല്ല, ഞാൻ ഏലിയാവല്ല. നീ ക്രിസ്തുവാണോ? അദ്ദേഹം പറഞ്ഞു, മറുത്തൊന്നും കൂടാതെ ഉറപ്പിച്ചു പറഞ്ഞു, ഞാൻ ക്രിസ്തു അല്ല. നീ ആ പ്രവാചകനാണോ? ബൈബിളിലെ പൊതുവെയുള്ള പ്രവചനങ്ങളൊക്കെ യേശുവിലേക്ക് കൊണ്ടെത്തിക്കുന്ന ചില പ്രവണതകൾ കാണാം നമുക്ക് അനുയായികൾക്കിടയിൽ. പക്ഷേ യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഈ ഒരു പ്രവചനത്തെ ഒരിക്കലും യേശുക്രിസ്തുവിലേക്ക് എത്തിക്കാൻ കഴിയില്ല. കാരണം നീ ക്രിസ്തുവാണോ എന്ന് അദ്ദേഹം തുറന്നു ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ക്രിസ്തു അല്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ആരാണ്? നീ ആ പ്രവാചകനാണോ? ഏതായി ആ പ്രവാചകൻ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം പുറത്തു വരികയും സമൂഹത്തെ സ്വാധീനിക്കുകയും പ്രവാചകത്വ ലോകം അംഗീകരിക്കുകയും ചെയ്ത ഏക വ്യക്തിത്വം ആരാണ്? സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമം യാദൃച്ഛികമല്ലായിരുന്നു. ലോകം കാത്തിരുന്ന വിശുദ്ധ ജന്മമായിരുന്നു അത്. റസൂലിനെ കുറിച്ച് മാത്രമല്ല, റസൂലിൻ്റെ സഹാബത്തിനെ കുറിച്ച് പോലും പൂർവിക ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചു. നമ്മൾ ഈ വേദിയുടെ ആരംഭത്തിൽ ഖുർആൻ ഓതിയ ഹാഫിദ് കുട്ടി സൂറത്തുൽ ഫത്ഹിൻ്റെ 29-ാമത്തെ വചനമാണ് ഇവിടെ പാരായണം ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നു, അവിടുത്തെ അനുയായികളെ കുറിച്ച് പറയുന്നു. ദാലിക മസലുഹും ഫി തൗറാത്ത്, ഇതാണ് തൗറാത്തിൽ പറയുന്ന പ്രവാചകരുടെ അനുയായികളുടെ വിശേഷണങ്ങൾ. ഓ മസലുഹും ഫിൽ ഇൻജീലി, ഇൻജീലിൽ പറയുന്ന വിശേഷണങ്ങളോ എന്നും പറഞ്ഞിട്ട് അതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലോകം കാത്തിരുന്നൊരു മഹാപ്രവാചകൻ്റെ അനുയായികളായി എന്നതാണ് റബ്ബ് തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമെന്ന് സാന്ദർഭികമായി നാം മനസ്സിലാക്കുക.
റസൂലുള്ളാഹി തങ്ങൾ താമസിച്ച വീട് പോലും ഒരു റിവായത്ത് പ്രകാരം 1000 വർഷം മുന്നേ തുബ്ബ രാജാവ് നിർമ്മിച്ചതാണ്. യമൻ ഭരിച്ചിരുന്ന സർവ്വസന്നദ്ധനായിരുന്ന, വലിയ ശക്തിവിശേഷണങ്ങളുണ്ടായിരുന്ന, സൈനിക ശേഷിയുണ്ടായിരുന്ന തുബ്ബ രാജാവ് ലോകം കീഴടക്കാനുള്ള യാത്രാമധ്യേ മദീനയിലേക്ക് എത്തുന്നു, അന്നത്തെ സെരിബിലേക്ക് എത്തുന്നു. അദ്ദേഹം ആ നാട് നശിപ്പിച്ച് സ്വന്തമാക്കാനുള്ള ശ്രമം തുടങ്ങുമ്പോൾ വേദപണ്ഡിതന്മാരാകുന്ന ചിലർ ഇടപെടുന്നു. ഈ നാട്ടിൽ ഒരിക്കൽ പോലും അങ്ങയുടെ അതിക്രമം നടത്തരുത്. എന്തുകൊണ്ടെന്നാൽ ചരിത്രം ഇതുവരെയും കാത്തിരുന്ന മഹാപ്രപഞ്ചകൻ്റെ ആഗമം ഈ നാട്ടിലായിരിക്കും. അദ്ദേഹം വരാനുള്ള സ്ഥലമാണിത്. അതുകൊണ്ട് ഇവിടെ താങ്കൾ നഷ്ടം വരുത്തരുത് എന്ന് തുബ്ബ രാജാവിനോട് അന്നത്തെ കുറേ പുരോഹിതന്മാർ നിർദ്ദേശം കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സലിയുന്നു. അദ്ദേഹം പറയാണ്, എങ്കിൽ ആ പ്രവാചകന് വേണ്ടി ഞാൻ കാത്തിരിക്കും, അദ്ദേഹത്തിന് താമസിക്കാനുള്ള വീട് ഞാൻ നിർമ്മിക്കും. അദ്ദേഹം എൻ്റെ കാലത്ത് വന്നാൽ ആദ്യമായി ഞാൻ അദ്ദേഹത്തെ അംഗീകരിക്കും. അങ്ങനെ അദ്ദേഹം നിർമ്മിച്ചൊരു വീട് ആയിരക്കണക്കിന് വർഷങ്ങൾ കൈമാറി വന്ന് മഹാനായ അബൂ മൂസൽ അൻസാരിയുടെ കയ്യിലേക്ക് എത്തുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിൻ്റെ മോചനത്തിന് വേണ്ടി ഹിജ്റയുമായി ചെല്ലുന്നുണ്ട് മദീനയിൽ. ഓരോ അൻസ്വാരിയും ആഗ്രഹിച്ചു അവിടുന്ന് എൻ്റെ വീട്ടിൽ താമസിക്കണം. പലരുമായി സൂചിപ്പിച്ചു. വേറെ ചില ആളുകൾ ചെന്നിട്ട് നേരാവണ്ണം പറഞ്ഞു കൊടുത്തു, അങ്ങ് എൻ്റെ വീട്ടിലേക്ക് വരണം എന്ന്. ഹബീബായ റസൂൽ തങ്ങൾ പറഞ്ഞു, എൻ്റെ ഒട്ടകത്തിന് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്, അതനുസരിച്ച് ഒട്ടകം എവിടെ പോയി കിടക്കുന്നു ആ വീട്ടിലായിരിക്കും എൻ്റെ താമസം. ആകാംക്ഷപൂർവം പുരുഷാരം പിറകെ നടന്നു. അവസാനം അബൂ അയ്യൂബുൽ അൻസ്വാരിയുടെ വീട്ടിലേക്ക് എത്തുന്നു. ആ അങ്കണത്തിൽ ഒട്ടകം ശാന്തമായി മുട്ടുകുത്തി കിടക്കുന്നു. ഹബീബായ നബി തങ്ങൾ മദീന പള്ളി നിർമ്മിക്കുന്നത് വരെ തൻ്റെ ദഅവാ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായി അബൂ അയ്യൂബുൽ അൻസാരിയുടെ വീട് തിരഞ്ഞെടുക്കുന്നു. ഏതാണ് ഈ വീട്? 1000 വർഷം മുന്നേ തുബ്ബ രാജാവ് നിർമ്മിച്ചു വെച്ചു, മഹാപ്രവാചകനെ കാത്ത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് നടത്തിയ വിപ്ലവങ്ങൾ എന്തൊക്കെയാണ്? അവിടുന്ന് ഈ ലോകത്തേക്ക് വന്നതിനു ശേഷം ലോകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത്? അഭിമായ നിബിധങ്ങൾ ഇന്നും ഭത്സിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഉറക്കെ ചിന്തിക്കണം. കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, സമയം വളരെ പരിമിതമാണ്. ഇത് വല്ലാതെ ഒന്നും ദീർഘിപ്പിച്ചു കൊണ്ടുപോകാൻ പാടില്ലെന്ന് എനിക്ക് നിങ്ങളെപ്പോലെ തന്നെ അറിയാം. നാളെ ജോലിക്ക് പോവേണ്ടവരാണിവർ. എന്നാലും ഹബീബിൻ്റെ മധുഹുമായി കുറച്ച് സമയം കൂടെ നമുക്ക് കൈമാറാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിൻ്റെ മുമ്പുള്ള ലോകം എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹി എങ്ങനെയാണ് ഒരു സമൂഹത്തെ സംസ്കരിച്ചത്? അവകാശവാദങ്ങളല്ല, ആർക്കും ഈ കാര്യങ്ങളെ ഗണ്ണിച്ചു നോക്കാം, വസ്തുതാപരമായി വിമർശിച്ചു നോക്കാം. ലോക ചരിത്രത്തെ ഇത്രമേൽ സ്വാധീനിച്ച മറ്റൊരു വ്യക്തിത്വം ലോകത്ത് കടന്നുപോയിട്ടേ ഇല്ല. ഇത് കേവലം തിയറി പറയണതല്ല. മൈക്കൽ എച്ചാട്ടിനെ പോലെയുള്ള പൂർവികരാകുന്ന ഓറിയന്റലിസ്റ്റ് പണ്ഡിതന്മാർ 6 മാസത്തോളം പഠനം നടത്തിയിട്ടാണ് ദി 100 എന്ന പുസ്തകം രചിക്കുന്നത്. ആ പുസ്തകത്തിൽ ലോകത്തെ എല്ലാ അർത്ഥത്തിലും സ്വാധീനിച്ച 100 പേരെ ചർച്ച ചെയ്യുമ്പോൾ താൻ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിനും അപ്പുറം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അദ്ദേഹം സ്ഥാനം നൽകിയത് വേറെന്തെങ്കിലും ഉദ്ദേശം വെച്ചിട്ടല്ലാന്ന്. ലോകത്തെ ഇത്രമേൽ സ്വാധീനിച്ച മറ്റൊരു നേതാവ്, മറ്റൊരു മനുഷ്യൻ ലോക ചരിത്രത്തിൽ കടന്നുപോയിട്ടേ ഇല്ല. ഇത് വെറുതെ അങ്ങോട്ട് പറയണതൊന്നുമല്ല. ഹബീബായ റസൂൽ തങ്ങളെക്കുറിച്ച് A to Z ലോകം രേഖപ്പെടുത്തിയത് എന്തിനാണ്? നബി തങ്ങളെ അനുകരിക്കേണ്ടവർക്ക് അതിന് സംവിധാനം ഉണ്ടാവണം. ഗാന്ധിയർ എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഗാന്ധിജിയെ 100% അംഗീകരിക്കാനോ അനുധാവനം ചെയ്യാനോ പിന്തുടരാനോ അവരുടെ മുമ്പിൽ മാർഗങ്ങളില്ല. ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണ കഥ പോലെയുള്ള പുസ്തകങ്ങൾ ഗാന്ധിജിയെ കുറേയൊക്കെ അനാവരണം ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നതിൻ്റെ കൃത്യമായ വിവരണം ഗാന്ധിജിയിൽ നിന്ന് പഠിക്കാൻ കഴിയില്ല. യേശുക്രിസ്തു ബേത്യാനിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് വിശന്ന കഥ പറയുന്നുണ്ട് ബൈബിളിൽ. അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പോയതും കുറേ ആളുകളുടെ രോഗം സുഖപ്പെടുത്തിയതും അദ്ദേഹത്തിൻ്റെ ഗിരിപ്രഭാഷണവും മത്തായിയുടെ 4-ാം അധ്യായമൊക്കെ ഉദ്ധരിക്കുന്ന മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി സാത്താൻ അദ്ദേഹത്തെ പരീക്ഷിക്കുന്നതും കുരിശു സംഭവങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് ബൈബിളിൽ. ഒരു ക്രിസ്ത്യാനിക്ക് 100% യേശുവിനെ അനുകരിച്ച് ജീവിക്കണമെന്ന് വിചാരിച്ചാൽ അവൻ്റെ മുമ്പിൽ സ്രോതസ്സുകളില്ല. ഇത് അവകാശവാദമല്ല, ലോകം അംഗീകരിച്ച യാഥാർത്ഥ്യം മാത്രം.
യേശുവിൻ്റെ ദാമ്പത്യ ജീവിതം എങ്ങനെയാണ് ക്രിസ്ത്യാനിക്ക് അനുകരിക്കാൻ കഴിയില്ല. യേശു യുദ്ധം ചെയ്തതെങ്ങനെ അംഗീകരിക്കാൻ കഴിയില്ല. യേശുവിൻ്റെ കച്ചവടം എങ്ങനെയായിരുന്നു അറിയില്ല. യേശു ക്രിസ്തുവിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, യേശുവിൻ്റെ കുട്ടിക്കാലം എങ്ങനെയാണ്, അമ്മയാകുന്ന മറിയത്തോടൊപ്പം 2 വയസ്സ് വരെ ജെറൂശലേം ദേവാലയത്തിലൊക്കെ വരുന്ന കുഞ്ഞനാകുന്ന യേശുവിനെ നമുക്കറിയാം. പിന്നീട് തൻ്റെ പ്രവാചകത്വത്തിനു ശേഷം യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വിരുന്നിൽ വെച്ച് 6 കൽഭരണിയിലുള്ള വെള്ളം വീഞ്ഞാക്കി കൊടുക്കുന്ന യേശുവിനെയാണ് കാണുന്നത്. 2ൻ്റെയും 33-40 വയസ്സ്, അതിൻ്റെയും ഇടയിലുള്ള കാലഘട്ടം യേശുക്രിസ്തു എവിടെയായിരുന്നു? സമൂഹത്തിന് അറിയില്ല, അറിയാനൊരു മാർഗവുമില്ല. ഈയിടെ ജീവിച്ച് ചരിത്രത്തെ സ്വാധീനിച്ച കുറേ നേതാക്കളെ നമ്മൾ പരിശോധിച്ച് നോക്കൂ. ഈയിടെ ജീവിച്ച കുറേ അങ്ങോട്ടൊന്നും പോകണ്ട. ഗാന്ധിജി നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ശിവഗിരി ആശ്രമത്തിൽ പോയി ജാതീയതയ്ക്കെതിരെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം നാട്ടിലേക്ക് വന്നപ്പോൾ ട്രെയിൻ ഇറങ്ങിയത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണെന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മനുഷ്യനെ അനുകരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ഏതൊക്കെ കാര്യങ്ങളുണ്ട് ഒന്നും രേഖയിലില്ല. 1500-ാമത്തെ വർഷമാണ് നമ്മൾ സമുചിതം ആഘോഷിക്കുന്നത്. ഗാന്ധിജി മരിച്ചിട്ട് 100 കൊല്ലാവുന്നേ ഉള്ളൂ. നെൽസൺ മണ്ടേല 7 വർഷം മുന്നെയാണ് മരണപ്പെടുന്നത്. ആഫ്രിക്കയിൽ കറുത്ത ആളുകളുടെ മോചനത്തിന് വേണ്ടി കുറേയേറെ മെനക്കെട്ടൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു നമുക്കറിയാൻ വയ്യ. എന്തിനധികം യേശുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന പുസ്തകം നമ്മുടെ നാട്ടിലുണ്ട്. യേശുവും കൃഷ്ണനും ജീവിച്ചിരുന്നിട്ടില്ല എന്ന്, മിത്താണെന്ന്, കഥാപാത്രങ്ങളാണെന്ന്, ചരിത്രം തെളിയിക്കപ്പെട്ടവരല്ലെന്ന്. കൃഷ്ണനും രാമനും പ്രതിക്കൂട്ടിൽ എന്ന പേരിൽ പുസ്തകം എഴുതിയത് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയാകുന്ന ഡോക്ടർ അംബേദ്കറാണ്. ഇതൊരു മതതാരതമ്യ വേദിയല്ലെന്ന് എനിക്കറിയാം. എന്നാലും നമ്മുടെ ഹബീബിനെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ മഹത്വം മനസ്സിലാവാൻ മറ്റ് ചില നേതാക്കളെ എനിക്ക് ഉദ്ധരിക്കേണ്ടി വരുന്നു. ഹബീബിനെ കുറിച്ച് പറയുമ്പോൾ മറ്റ് ചില നേതാക്കളെ എനിക്ക് ഉദ്ധരിക്കേണ്ടി വരുന്നു. കൃഷ്ണനും ക്രിസ്തുവും ജീവിച്ചിരുന്നില്ല എന്ന പുസ്തകം എഴുതിയ അതേ ഇടമറുക് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഖുർആനിനെയും വിമർശിക്കാൻ വേണ്ടി ഖുർആൻ ഒരു വിമർശന പഠനം എന്ന പേരിൽ 32 വർഷം മുന്നേ പുസ്തകം എഴുതിയപ്പോൾ ഹബീബായ നബി തങ്ങൾ ജീവിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ല. ചരിത്ര പുരുഷനാകുന്ന മുഹമ്മദിനെ വിമർശിക്കാനാണ് ശ്രമിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ ജീവിച്ചിരുന്നിട്ടില്ല, അതൊരു കഥാപാത്രമാണെന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? മുസ്ലിം സ്രോതസ്സുകൾ മാറ്റിവെക്കാം. ലോകം അംഗീകരിച്ച 100ഓളം അമുസ്ലിം ചരിത്ര സ്രോതസ്സുകളിൽ നിന്ന് ഹബീബായ നബി തങ്ങളുടെ ഹിസ്റ്റോറിസിറ്റി നമുക്കിന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കേരള സിലബസിൽ +1 പഠിപ്പിക്കുന്ന ഹിസ്റ്ററി പുസ്തകത്തിൽ എങ്ങനെയാണ് ചരിത്രമാകുന്നതെന്ന് വിശദീകരിക്കുന്നുണ്ട്. ആ ചരിത്രത്തിൻ്റെ മാനദണ്ഡങ്ങളെല്ലാം പറഞ്ഞ് ഹബീബായ നബി തങ്ങളുടെ ചരിത്രം ആധികാരികമാണെന്ന് ആ പുസ്തകത്തിൽ തെളിയിക്കുന്നത് കാണാം. ചരിത്രത്തിൻ്റെ വെളിച്ചത്തിലെ ഹബീബായ നബി തങ്ങൾ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി തങ്ങളെക്കുറിച്ച് കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആലോചിച്ച് നോക്ക്. ഒരു മനുഷ്യൻ്റെ ജീവിതം, ഒരു മനുഷ്യൻ്റെ വാക്കുകൾ, ഒരു മനുഷ്യൻ്റെ അംഗീകാരവും സമ്മതവും ഇത് സമൂഹത്തിന് കാതോട് കാതോരം കൈമാറാൻ വേണ്ടി മാത്രം ആയിരക്കണക്കിന് മനുഷ്യരുടെ ചരിത്രം മുഴുവനായി രേഖപ്പെടുത്തി. ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിലല്ലാതെ അങ്ങനെയൊന്നും കാണാൻ കഴിയില്ല. ആയിരക്കണക്കിന് പണ്ഡിതന്മാരുടെ ജീവിതം ഇത്തിരിയൊന്നുമല്ല. അവരുടെ സ്വഭാവം, അവരുടെ ഓർമ്മശക്തി, അവരുടെ മാതൃ പാരമ്പര്യം, അവരുടെ ജീവിത വിശുദ്ധി, അവരുടെ വിജ്ഞാനം, അവരും അവരുടെ ഗുരുവും തമ്മിലുള്ള ബന്ധം, അവരുടെ പ്രവൃത്തിയും അവരുദ്ധരിച്ച ഹദീസും തമ്മിലുള്ള ഈ സമീകരണം, ഇതെല്ലാം സഹിതം ആയിരക്കണക്കിന് മനുഷ്യരുടെ ചരിത്രം മുഴുവനായി രേഖപ്പെടുത്തി. എന്തിനു വേണ്ടി? ഹബീബോരുടെ ലോകം ഈ സമൂഹത്തിന് കൈമാറാൻ വേണ്ടി മാത്രം. ഇത് ലോകചരിത്രത്തിൽ മറ്റൊന്നില്ലെന്ന് പറയുന്നത് അവകാശവാദമല്ല, ഏതൊരാളും അംഗീകരിക്കേണ്ടി വരുന്ന ചരിത്ര യാഥാർത്ഥ്യം മാത്രം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
ആയിഷാ ബീവിയുമായുള്ള കല്യാണമൊക്കെ നമ്മുടെ കേരളത്തിൽ വല്ലാതെ വിമർശിക്കാറുണ്ട് കുറേ ആളുകൾ. എന്തിനായിരുന്നു ആയിഷാ ബീവി റസൂലിൻ്റെ ജീവിതത്തിലേക്ക് വന്നത്? ഞാൻ നബിയെക്കുറിച്ചുള്ള വിമർശനങ്ങളെക്കുറിച്ച് സമയാനുസരണം പറയണമെന്ന് നേരത്തെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിഷാ ബീവിയുമായി മുത്തറസൂലിൻ്റെ വിവാഹത്തെക്കുറിച്ചല്ല ഞാൻ പറയണത്. അത് സമയം കിട്ടുമെങ്കിൽ നമുക്ക് റസൂലിൻ്റെ യുദ്ധം പോലെയുള്ളത്, റസൂലിൻ്റെ സാമൂഹിക ജീവിതം, റസൂൽ കൊണ്ടുവന്ന നിയമങ്ങളിലെ മാനവികത, മാനുഷികത, അതൊക്കെ നമുക്ക് അവസാനം ചർച്ച ചെയ്യണം. എന്തിനായിരുന്നു ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്? അന്നത്തെ ഏറ്റവും വലിയ ബുദ്ധിമതിയായിരുന്നു മഹദി. അന്നത്തെ ഏറ്റവും നല്ല ഓർമ്മശക്തിയുള്ള വ്യക്തിയായിരുന്നു മഹദി. പരിശുദ്ധ ഇസ്ലാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തോടു കൂടെ തന്നെ ലോകത്തേക്ക് മുഴുവൻ വ്യാപിച്ച് ഇസ്ലാമിൻ്റെ വിജ്ഞാനം എത്തേണ്ടിടത്തും മുഴുവൻ എത്തിച്ചേരുമെന്ന് ഒരു പുരുഷായുസ് കൊണ്ട് ആർക്കും ചെയ്യാൻ പറ്റൂല. അത് പിന്നെ റസൂലിൽ നിന്ന് ഇസ്ലാമിനെ നേരിട്ട് ഒപ്പിയെടുത്ത ഒരാൾ കുറേ കാലം ജീവിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബി റളിയല്ലാഹു അൻഹ മുത്തറസൂലിനേക്കാൾ 15 വയസ്സ് കൂടുതലായിരുന്നു. മുത്തറസൂലിൻ്റെ 53-ാമത്തെ വയസ്സിൽ മഹദി മരണപ്പെടുന്നുണ്ട്. രണ്ടാമതായി അവിടുത്തെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സൗദാ ബി റളിയല്ലാഹു അൻഹ 53 വയസ്സ് മുത്തറസൂലിനുണ്ടാകുമ്പോൾ സൗദാബിക്ക് 65 വയസ്സാകുന്ന വൃദ്ധയായിരുന്നു അവർ. നബിയിൽ നിന്ന് ദീന് പഠിച്ചിട്ട് ലോകത്തിലേക്ക് ഇസ്ലാമിൻ്റെ വിജ്ഞാനത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങൾ സന്നിവേശിപ്പിക്കാൻ, പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കാൻ വൃദ്ധയാകുന്നവർക്ക് സാധ്യമല്ലായിരുന്നു. പിന്നെയോ ഇസ്ലാം കടന്നെത്തുന്ന ഇടങ്ങളിലൊക്കെ ഇസ്ലാമിൻ്റെ വിജ്ഞാനമെത്തണം. അതിന് റസൂലിൽ നിന്ന് ദീന് നേരിട്ട് പഠിച്ച ഒരാൾ ദീർഘകാലം ജീവിക്കണം. അതിനാണ് നബിതങ്ങൾ വഫാത്താകുന്ന സമയത്ത് 19 വയസ്സ് മാത്രമുള്ള ആയിഷാ ബി റളിയല്ലാഹു അൻഹ മുത്തറസൂലിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അവിടുന്ന് റസൂലിനെ കുറിച്ച് നന്നായിട്ട് ഉൾക്കൊണ്ടു, പഠിച്ചു. അല്ലിമു ഷിത്ര ദീനിക്കുമന്നാദിഹിൽ ഹുമൈറ, ഈ ചുമന്ന പെൺകുട്ടിയിൽ നിന്ന് നിങ്ങളുടെ ദീനിൻ്റെ പകുതി ഭാഗം നിങ്ങൾ പഠിക്കണമെന്ന് ഹബീബായ റസൂൽ തങ്ങൾ ആയിഷാ ബീവിയെ പ്രശംസിച്ചു. മരണാനന്തരം വിജ്ഞാനത്തിൻ്റെ നേതൃത്വ രംഗത്തേക്ക് ആയിഷാ ബി ഉയർന്നു. തൻ്റെ പിതാവാകുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ, പിതാവിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഉമറുൽ ഫാറൂഖ് തങ്ങൾ മുതൽ വലിയ വലിയ സഹാബിമാർ, മുഹമ്മദ് ബിനുൽ മുങ്കദിർ പോലെയുള്ള വലിയ വലിയ താബിഈങ്ങൾ എല്ലാവരും ആയിഷാ ബീവിയുടെ ശിഷ്യന്മാരായി തീർന്നു. മതിയാവുന്ന ആയിഷാ ബി മരണപ്പെടുമ്പോഴേക്കും മുത്തറസൂൽ വഫാത്തായിട്ട് 69ഓളം കൊല്ലായിട്ടുണ്ട്. റസൂലിൽ നിന്ന് ദീന് നേരിട്ട് ആവാഹിച്ച് സമൂഹത്തിന് പ്രസരിപ്പിക്കുന്ന ലൈറ്റ് ഹൗസായിട്ട് അവിടുന്ന് 50ഓളം വർഷം ജീവിച്ചു. മുത്തറസൂലിൻ്റെ വഫാത്തിനു ശേഷവും അള്ളാഹുവിൻ്റെ ഒരു നിശ്ചയമായിരുന്നു അത്. റസൂലിൻ്റെ വാക്കും പ്രവൃത്തിയും സമൂഹത്തിലേക്ക് എത്തണം, അത് സമൂഹത്തെ സ്വാധീനിക്കണം. നമ്മൾ ചരിത്രത്തിലുടനീളം പരിശോധിക്കുക. നെപ്പോളിയൻ ബോണപ്പാർട്ട്, അദ്ദേഹത്തിൻ്റെ അനുയായികളുടെ ഒരു പരമ്പര നമ്മൾ കാണുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ ജീവിതം ഒപ്പിയെടുത്ത് സന്നിവേശിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അതൊരു ജീവിത പദ്ധതിയായി കൊണ്ടുപോയവരെ നമുക്ക് കാണുന്നുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ ആളുകളെന്ന് പറയുന്നുവെങ്കിലും അദ്ദേഹത്തെ അനുകരിക്കുന്നവരെ നമുക്ക് ലോകത്ത് എവിടെയും കാണാൻ പറ്റുമോ? മുസ്ലിങ്ങളെ അല്ലാതെ. ഞാനൊരു വിമർശനത്തിന് സംസാരിക്കല്ല. റസൂലിൻ്റെ സമൂഹത്തിലുള്ള സ്വാധീനം പറയണമെങ്കിൽ അത് നമ്മൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. യേശുക്രിസ്തു തൻ്റെ അനുയായികളെ കാണുമ്പോൾ എന്തു പറഞ്ഞു? യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം, നിങ്ങൾക്ക് സമാധാനമുണ്ടായിരിക്കട്ടെ എന്ന്. അറബി ബൈബിൾ എടുത്ത് പരിശോധിക്കുക, അസ്സലാമു അലൈക്കും എന്ന്. ഹീബ്രു ബൈബിളിൽ ഷലാം അലൈക്കും എന്ന്. ഇന്ന് ഏതെങ്കിലും ക്രിസ്ത്യാനി തൻ്റെ ഒരു ക്രൈസ്തവ സഹോദരനെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയാറുണ്ടോ? ഇല്ല. യേശുവ മശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയും. യേശുക്രിസ്തു സാഷ്ടാംഗം നമിച്ചു എന്ന് ബൈബിളിൽ പലയിടങ്ങളിൽ കാണാം. എന്ന് വെച്ചാൽ സുജൂദ് ചെയ്തു എന്ന്. സുജൂദ് ചെയ്യുന്ന പരിപാടി ഇപ്പോൾ ആ സമൂഹത്തിലുണ്ടോ? സുജൂദ് ചെയ്യുന്ന പരിപാടി ആ സമൂഹത്തിലുണ്ടോ? ഇല്ലേ ഇല്ല. മുട്ടിപ്പായി പ്രാർത്ഥിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പ്രസവത്തിൻ്റെ 7-ാം ദിവസം യേശുക്രിസ്തു പരിച്ഛേദനയേറ്റു എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ഖിതാൻ കഴിച്ചു എന്ന്. ഇന്ന് ആ സമൂഹം അത് ചെയ്യാറുണ്ടോ? മുസ്ലിങ്ങൾ ആ പാരമ്പര്യം ഇബ്രാഹിം നബി മുതൽ തുടർന്നു വരുന്നതിന് അവരെ പരിഹസിക്കാനും സോഷ്യൽ മീഡിയകളിലൊക്കെ വളരെ മൃഗീയമായ രീതിയിൽ അധിക്ഷേപിക്കാനുമാണ് ആ സമൂഹത്തിലെ അംഗങ്ങൾ മുന്നോട്ട് വരുന്നത്. നമ്മളത് മനസ്സിലാക്കണ്ടേ? ലോകത്തെ സ്വാധീനിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം. പക്ഷെ സ്വന്തം അനുയായികൾ പോലും അദ്ദേഹത്തെ നേരിയ രീതിയിൽ പോലും അനുകരിക്കുന്നില്ല.
സ്വന്തം അനുയായികൾ പോലും അദ്ദേഹത്തിൻ്റെ ആദർശത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. ഇനിയും ഉദാഹരണം പറയാൻ പറ്റും. ഏകസത്യ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ബൈബിളിൽ നിന്ന് നിരവധി നമുക്ക് ഉദ്ധരിക്കാം. അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടി ചെന്ന സാത്താൻ മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് താഴേക്ക് ചാടാൻ പറയുന്നുണ്ട്. നീ ഈ കല്ല് അപ്പമാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവസാനം മത്തായി സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ സാത്താനെ പോകൂ, എൻ്റെയും നിൻ്റെയും കർത്താവ് ഏക കർത്താവ്, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. ഏകസത്യ ദൈവത്തെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞു സമൂഹത്തെ പഠിപ്പിച്ചു. ഒരു യുവാവാകുന്ന ജൂതൻ വന്ന് ചോദിക്കുന്നുണ്ട്, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശുക്രിസ്തു പറഞ്ഞത് എന്തായിരുന്നു? ഏകസത്യ ദൈവമാകുന്ന നിന്റെ കർത്താവിനെ ആരാധിക്കണം. മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വചനം യേശുക്രിസ്തു പറയുന്നുണ്ട്, ഇസ്രായേലേ കേൾക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്തെന്നാൽ നമ്മുടെ ദൈവം ഏകനാകുന്നു. ഇസ്രായേലേ കേൾക്കുക. പരിശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദിന്റെ 19-ാമത്തെ വചനത്തിൽ അറിയണേ, കേൾക്കണേ, മനസ്സിലാക്കണേ, ഉറപ്പിക്കണേ. അല്ലാഹു മാത്രമേ ആരാധ്യനുള്ളൂ. യേശുക്രിസ്തുവിന്റെ മറ്റൊരു ഭാഷ പറഞ്ഞു, ഇസ്രായേലേ കേൾക്കൂ, നിങ്ങളുടെ ദൈവം ഏക കർത്താവ്, അവനെ മാത്രമേ ആരാധിക്കാവൂ. ആ സമൂഹം ഇന്നത് ചെയ്യാറുണ്ടോ? ആ സമൂഹം ഇന്നത് ചെയ്യാറുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തെ അനുകരിക്കാൻ, അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതം അനുകരിക്കാൻ, അദ്ദേഹത്തിൻ്റെ യുദ്ധരംഗം അംഗീകരിക്കാൻ, അദ്ദേഹം കച്ചവടം നടത്തിയത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ, അദ്ദേഹം ആടുമേച്ച് നടന്നത് എങ്ങനെയെന്ന് തിരിച്ചറിയാൻ മാർഗങ്ങളില്ല. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യത്യസ്തരാകുന്നത് ഇവിടെ കൂടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി പ്രസരണം ചെയ്യപ്പെടുകയും അത് കോടാനുകോടി മനുഷ്യരെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയും ഇപ്പോഴും സ്വാധീനിക്കുകയും ചെയ്യുന്നു. ഈ വേദിയിൽ പ്രസംഗിച്ച് ഓരോരുത്തരും സലാം പറഞ്ഞാൽ തുടങ്ങിയത്. ബിസ്മി ചൊല്ലിയും ഹംദു ചൊല്ലിയുമാണ് അവർ പ്രഭാഷണം ആരംഭിച്ചത്. എന്തുകൊണ്ട്? ഹബീബായ നബി തങ്ങൾ അങ്ങനെയാണ് പറഞ്ഞത്. ടോയ്ലറ്റിലേക്ക് കാലെടുക്കുന്ന വ്യക്തിപരമായ നിസ്സാരമായൊരു കാര്യം ലോകത്തിലെ ഓരോ വിശ്വാസിയും ഇടതുകാല് മുന്നിൽ വെക്കുന്നു. എന്തേ വലതുകാല് മുന്നിൽ വെച്ചാൽ ഇത് നടക്കൂലേ എന്നൊക്കെ ചോദിച്ച് കളിയാക്കണ യുക്തിവാദികളുണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ. വലതുകാല് മുന്നിൽ വെച്ച് ടോയ്ലറ്റിലേക്ക് പോയാൽ നമ്മുടെ വിസർജന കാര്യം നടക്കൂലേന്ന്? തീർച്ചയായിട്ടും നടക്കും. പിന്നെ എന്തിനാണ് മുഅ്മിനായ മനുഷ്യൻ ഇടതുകാല് മുന്നിൽ വെച്ച് ടോയ്ലറ്റിലേക്ക് പോണത്? അതിൻ്റെ യുക്തി അറിയില്ല, അതിൻ്റെ ശാസ്ത്രം പറയേണ്ട കാര്യമില്ല. മുഅ്മിനിന് അതിൻ്റെ ആവശ്യമേ ഇല്ല. അവരുടെ നായകൻ, അവരുടെ ഹൃദയത്തിൻ്റെ മന്ദാരം മുഹമ്മദുർ റസൂൽ അങ്ങനെ പറഞ്ഞു. അതിനപ്പുറം എന്തറിയാൻ? അതിനപ്പുറം എന്ത് സയൻസ് പഠിക്കാൻ? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞൊരു വാക്ക് നമ്മുടെ മുമ്പിലുണ്ട്. മിറാജിൻ്റെ കഥ പറഞ്ഞപ്പോൾ, ഇസ്രായിൻ്റെ വിഷയം വിശദീകരിച്ചപ്പോൾ ശത്രുക്കൾക്ക് വലിയൊരു സംഭവമായി. ഇതുവഴി പല വിശ്വാസികളെയും വഴിതെറ്റിക്കണമെന്നവർ ആഗ്രഹിച്ചു. അങ്ങനെയാണ് മുഹമ്മദിൻ്റെ വലം കൈയാകുന്ന അബൂബക്കറിനെ കാണാമെന്നവർ വിചാരിക്കണത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞു നടന്നു. അവർ സിദ്ദീഖ് തങ്ങളെ കണ്ടുപിടിക്കുന്നു. അല്ല, പുതിയ തള്ളു കേട്ടോ എന്ന് ചോദിക്കണ്. സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, എന്ത്? ചിരിക്കണവർ ചിരിച്ച് മണ്ണ് കപ്പണ്. എന്ത് പറയൂ? അവർ പറഞ്ഞു, നിന്റെ മുഹമ്മദ് പലതും പറഞ്ഞു, നീയൊക്കെ അതിൽ പെട്ടുപോയി. ഇപ്പം അദ്ദേഹം ഒരു ഗംഭീര വിടൽ വിട്ടിട്ടുണ്ട്. ഒരൊറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദിസിലെത്തിയത്രേ. പിന്നീട് അവിടുന്ന് ഏഴാകാശവും സൃഷ്ടിപ്രപഞ്ചമെല്ലാം തീർന്ന് സിദ്റത്തുൽ മുൻതഹയും കഴിഞ്ഞ് വൈന്തഹ ജന്നത്തുൽ മഅ്വ സ്വർഗ്ഗമൊക്കെ കണ്ട് ആ രാത്രി തന്നെ മടങ്ങി വന്നല്ലോ. ഇത് വിശ്വസിക്കാൻ ആർക്കെങ്കിലും സാധിക്കൂ? അബൂബക്കറെ എന്നവർ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ അടർത്തിയെടുക്കാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. സിദ്ദീഖ് തങ്ങൾ പറയണത്, അല്ല, മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞോ എന്നാണ്. ഇവർക്ക് തോന്നി കൊത്തി. സിദ്ദീഖ് തങ്ങളെ കുടുങ്ങി. ഇവരാവേശം കൊണ്ട്, പടച്ചോനെ, ഞങ്ങൾ അപ്പം തുടങ്ങിയ ചിരിയ, നിന്നെ കാണാൻ വേണ്ടി ഞങ്ങൾ അപ്പം ഇറങ്ങി നടന്നതാണ്. സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞോ? അതെ.
സദ്ദഖ്തു, എങ്കിൽ ഞാൻ വിശ്വസിച്ചു. അത്ര തന്നെ. നബി പറഞ്ഞോ എന്നതിൽ ഉറപ്പ് കിട്ടണം. പറഞ്ഞു വന്നത് സത്യമാണെങ്കിൽ എൻ്റെ ബുദ്ധിക്ക്, യുക്തിക്ക്, എൻ്റെ സയൻസിന്, എൻ്റെ വിജ്ഞാനത്തിൻ്റെ വിശാലതയ്ക്ക് മുന്നിൽ അത് തെളിയേണ്ട ഒരു കാര്യമല്ല. ഓമിനായ മനുഷ്യൻ സ്റ്റേജിലേക്ക് കയറി വന്നത് കാല് മുന്നിൽ വെച്ചാണ്. എന്തുകൊണ്ട് ഇടതുകാല് മുന്നിൽ വെച്ചൂടാ? ഇടതുകാല് മുന്നിൽ വെച്ച് കയറി വന്നാൽ ഈ സ്റ്റേജിൽ പ്രഭാഷണം സാധ്യമല്ലേ? സാധ്യമാണ്. പരിഹസിക്കേണ്ട കാര്യമുണ്ടോ? പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ. ഹബീബായ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വാസിക്കതാണ് അവൻ്റെ ജീവിതം. അവൻ കടന്നുറങ്ങണത് മുത്തറസൂല് പറഞ്ഞത് പ്രകാരമാണ്. അവൻ എഴുന്നേൽക്കുന്നത് ഹബീബായ നബിയുടെ നിർദ്ദേശപ്രകാരമാണ്. എന്തിനധികം അവൻ്റെ ഭാര്യയുമായി സംസർഗത്തിൽ ഏർപ്പെടുന്നത് ഹബീബായ നബി തങ്ങൾ നിർദ്ദേശിച്ചത് പ്രകാരമാണ്. അവൻ സാമ്പത്തിക ബാധ്യതകൾ കൈകാര്യം ചെയ്യണത്, അയൽവാസിയോട് ഡീൽ ചെയ്യണത്, അവൻ്റെ കൂട്ടുകാരനോട് ഇടപെടുന്നത്, അവൻ്റെ മോളെ വളർത്തുന്നത്, അവൻ്റെ മകനോട് അവൻ സഹകരിക്കണത്, അവൻ ഭക്ഷണം പാചകം ചെയ്യണത്, കഴിക്കണത്, ഭക്ഷണം പാചകം ചെയ്തതിന് ശേഷം കൈ കഴുകണത്, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തെയും അവൻ്റെ ഓരോ ചലനത്തെയും 6-ാം നൂറ്റാണ്ടിൽ ഏതോ കാട്ടറബി സമൂഹത്തിൻ്റെ നായകനായി ജീവിച്ചുവെന്ന് പലരും ആക്ഷേപിച്ചു പറയുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ പുഷ്പം, ആത്മാവിൻ്റെ സംഗീതം, നമ്മുടെ കരളിൻ്റെ കാതൽ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവർത്തിച്ചതുപോലെയാണ്. എപ്പോഴെങ്കിലും വീഴ്ച വരുന്നതിൽ വിശ്വാസിക്ക് കുറ്റബോധമുണ്ട്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് പ്രകാരമല്ലാതെ ഒരു നിമിഷം അവൻ്റെ ജീവിതത്തിൽ കടന്നു പോയാൽ വിശ്വാസി അതിൽ സങ്കടപ്പെടും, ഖിന്നനാകും. ലോക ചരിത്രത്തെ ഇങ്ങനെ സ്വാധീനിച്ച ഒരാൾ ആരാണ്? ലോക ചരിത്രത്തെ ഇவ்விதം സ്വാധീനിച്ച ആൾ ആരാണ്? നമുക്കറിയാലോ, മെർമഡ്യൂക്ക് വില്യം പിക്താളിൻ്റെ കഥ. അദ്ദേഹം ലണ്ടനിലൊരു ഫാദറിൻ്റെ പുത്രനായാണ് ജനിച്ചത്. ക്രൈസ്തവ കുടുംബത്തിലെ ശരിക്കും ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ ജനിച്ച സത്യക്രിസ്ത്യാനിയായി ആ മതത്തിനു വേണ്ടി പ്രചാരണം നടത്തിയിരുന്ന മനുഷ്യൻ തൻ്റെ ലണ്ടനിൽ മുറ്റത്ത് വീടിന് മുന്നിൽ ഇരിക്കുമ്പോൾ അയൽപക്കത്തുള്ള യുവാവായൊരു മുസ്ലിമിൻ്റെ വീട്ടിലേക്ക് ഒരു വൃദ്ധൻ വെച്ച് വരുന്നു. ഇയാൾ സാഹൂദം ശ്രദ്ധിക്കുന്നു. ആ വൃദ്ധൻ വന്നിട്ട് ഈ ചെറുപ്പക്കാരനോട് കയർക്കുന്നു, നന്നായിട്ട് ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവസാനം പ്രഹരിക്കുകയും ചവിട്ടുകയൊക്കെ ചെയ്യുന്നു. സുസ്മേരവദനായി ആ ചെറുപ്പക്കാരൻ എല്ലാം കേട്ട് കണ്ട് ക്ഷമാപൂർവം നിൽക്കുന്നു. പ്രാഗി പറഞ്ഞ് വൃദ്ധൻ ഇറങ്ങിപ്പോയി. വില്യം മെർമഡ്യൂക്ക് പിക്താളിന് വല്ലാത്തൊരു കൗതുകം. അദ്ദേഹം ഇറങ്ങിപ്പോയി ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക്. ഞാനൊരു അത്ഭുത കാഴ്ച കണ്ടു, എൻ്റെ ജീവിതത്തിൽ ആദ്യ അനുഭവം. ഒരു വളരെ ദുർബലനാകുന്ന വൃദ്ധൻ ഇവിടെ കയറി വരുന്നു. അദ്ദേഹം നിന്നെ ശകാരിക്കുന്നു, ഭയങ്കരമായി ഭത്സിക്കുന്നു, പ്രഹരിക്കുകയും ചവിട്ടുമൊക്കെ ചെയ്യുന്നു. നീ എല്ലാം ക്ഷമിച്ചിങ്ങനെ നിൽക്കുന്നു. എന്താ ഇത് കാഴ്ച? ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കുറച്ച് $, കടം മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സമയം തെറ്റിപ്പോയി, അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെയൊക്കെ ചെയ്തത്. പിക്താളിന് കൗതുകം ഇരട്ടിച്ചു വന്നു. $, സമയത്ത് കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാത്തതിന് നിയമ സംവിധാനങ്ങളില്ലേ? അദ്ദേഹം നിന്നെ ഇങ്ങനെ ശകാരിക്കാൻ പാടുണ്ടോ? ഇങ്ങനെ പീഡിപ്പിക്കാൻ പാടുണ്ടോ? ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ കുറ്റവാളിയാണ്. ഒരാളിൽ നിന്നൊരു പൈസ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ അവധിക്ക് നൽകണമെന്ന് എൻ്റെ നേതാവ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിക്താള് ചോദിച്ചു, എന്നാലും നിനക്ക് അദ്ദേഹത്തെ ഒന്ന് പ്രതികരിച്ചൂടായിരുന്നോ? ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, വൃദ്ധരെ ആദരിക്കണമെന്നും ചെറിയ മക്കളെ സ്നേഹിക്കണമെന്നും മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും നിനക്ക് അദ്ദേഹത്തിനെതിരെ വല്ല പ്രതിരോധമെങ്കിലും ചെയ്തുകൂടായിരുന്നോ? ഓരോ ചോദ്യത്തിനും കൃത്യമായി ഈ ചെറുപ്പക്കാരൻ മറുപടി പറയണത്, അത് പാടില്ല, എൻ്റെ മുഹമ്മദ് നബി അത് പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 6-ാം നൂറ്റാണ്ടിലെ ഏതോ ഒരു ഗ്രാമീണ വർഗത്തിൻ്റെ നേതാവായെന്നു മാത്രം മെർമഡ്യൂക്ക് വില്യം പിക്താൾ മനസ്സിലാക്കിയ മുഹമ്മദ് നബി ആധുനികനാകുന്ന ഈ ലണ്ടനിലെ ചെറുപ്പക്കാരനെ മദീന മുനവ്വറയിൽ നിന്ന് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. ആരോഗ്യ ദൃഢഗാത്രനാണ് അദ്ദേഹം, ദുർബലനാണ് അയാളോട് ശകാരിക്കാൻ വന്ന വൃദ്ധൻ. ഇദ്ദേഹത്തിന് ഏത് വിധേനയും ആ വൃദ്ധനെ തോൽപ്പിക്കാമായിരുന്നു. ആരോഗ്യമുള്ള അദ്ദേഹത്തിൻ്റെ കരങ്ങളെ പിടിച്ചു നിർത്തുന്ന ഒരു സ്നേഹത്തിൻ്റെ ശക്തിയുണ്ട്. ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ്റെ കാലിനെ ഒന്നാഞ്ഞു തൊഴിക്കുന്നതിൽ നിന്ന് തടഞ്ഞു വെക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ കയറുണ്ട്.
അത് മദീന ഷെരീഫിലേക്ക് നീണ്ടു നിൽക്കുന്നു. നമ്മുടെ നാട്ടുകാരൻ സുകുമാർ കക്കാട് എന്ന കവി പറഞ്ഞതുപോലെ, സ്വർഗത്തിൽ നിന്ന് ഹൃദയത്തിലേക്കൊരു സ്വർണ്ണനൂൽ പാലം പണിത പ്രവാചകർ. സ്വർഗത്തിൽ നിന്ന് ഹൃദയത്തിലേക്കൊരു സ്വർണ്ണനൂൽ പാലം പണിത പ്രവാചകർ. മദീന മുനവ്വറയിൽ നിന്ന് ലണ്ടനിൽ ആധുനികനാകുന്ന ചെറുപ്പക്കാരനെ വൃദ്ധനെ ശകാരിക്കുന്നതിൽ നിന്ന് പിടിച്ചു നിർത്തുന്ന ആ സ്നേഹത്തിൻ്റെ ആകർഷണം, അതാണ് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബർമുഡയ്ക്ക് പിക്റ്റാൾ 1917 ഫെബ്രുവരി 27 അമേരിക്കയിലെ വലിയൊരു വേദിയിൽ വെച്ച് സദസ്യരെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടൊരു പ്രഖ്യാപനം നടത്തി, ഞാനിനി മുഹമ്മദിൻ്റെ ആളാണ്. മുഹമ്മദ് മർമെഡ്യൂക്ക് വില്യം പിക്താൾ എന്ന് അദ്ദേഹം പേര് മാറ്റി. റസൂലിനെ കുറിച്ച് പഠിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന വലിയൊരു സംഘം ആളുകളുണ്ട്. അവരിലൊരു കണ്ണിയായി ചേർന്ന് മർമെഡ്യൂക്ക് പിക്താൾ തൻ്റെ പേര് മറ്റൊന്ന് തിരഞ്ഞെടുത്തില്ല, മുഹമ്മദ് എന്ന പേര് അദ്ദേഹം തിരഞ്ഞെടുത്തു. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ നൽകപ്പെടുന്ന നാമം മുഹമ്മദാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രകീർത്തിക്കപ്പെടുന്ന നാമം മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാട്ടിലൊരു പ്രാദേശിക മദ്രസയിലെ കുട്ടികളുടെ പേരെടുക്കുക, ആൺകുട്ടികളുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ 30 കുട്ടികളുണ്ടെങ്കിൽ 27 മുഹമ്മദ് അമീനായിരിക്കും, മുഹമ്മദ് നിസാറായിരിക്കും, മുഹമ്മദ് യാസറായിരിക്കും. ഇത് നമ്മുടെ നാട്ടിലൊരു മദ്രസിൻ്റെ കഥയല്ല, അമേരിക്കയുടെ കഥ ഇതാണ്. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചിരുന്ന ശിശുനാമങ്ങളിൽ 2-3 എണ്ണത്തിനെ മൊത്തം പിന്നിലാക്കി 7 വർഷം മുന്നെയാണ് മുഹമ്മദ് എന്ന നാമം മുകളിലേക്ക് എത്തി നിന്നത്. ഇപ്പോഴും അത് തുടരുന്നു. ഇപ്പോഴും ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മക്കൾക്ക് നൽകുന്ന പേര് മുഹമ്മദാണ്. എന്തുകൊണ്ട് വ്യാപകമായി നമ്മൾ കൃഷ്ണനെ കാണുന്നില്ല? എന്തുകൊണ്ട് വ്യാപകമായി നമ്മൾ യേശുക്രിസ്തു എന്ന പേര് കാണുന്നില്ല? എന്തുകൊണ്ട് വ്യാപകമായ രീതിയിൽ ലോകാടിസ്ഥാനത്തിൽ തന്നെ പേര് പരിശോധിച്ചാൽ ജീസസ് നമുക്ക് കാണാൻ കഴിയാതെ പോകുന്നു? കോട്ടയത്ത് എത്ര മത്തായിമാരുണ്ട് എന്ന പുസ്തകമുണ്ട്. കോട്ടയത്ത് എത്ര മത്തായിമാരുണ്ട് എന്ന പേരിൽ കേരളത്തിൽ പുസ്തകമുണ്ട്. ഏറ്റവും കൂടുതൽ കത്തോലിക്ക ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്നത് വത്തിക്കാനിലാണ്. രണ്ടാമത് നമ്മുടെ കോട്ടയത്തെ പാലായിലാണ്. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്ന രണ്ടാമത്തെ ലോക സ്ഥലം നമ്മുടെ കോട്ടയത്തെ പാലായാണ്. കോട്ടയത്ത് എത്ര മത്തമായിട്ടുണ്ട് എന്ന പേരിൽ അബു അബ്രഹാം പുസ്തകം രചിച്ചപ്പോൾ എന്തുകൊണ്ട് കോട്ടയത്ത് എത്ര യേശുമാരുണ്ടെന്ന പുസ്തകം രചിക്കാൻ കഴിയാതെ പോകുന്നു? ഈ ശൂന്യതയുടെ സമ്പൂർണ്ണ പൂർത്തീകരണമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊക്കെ അർത്ഥത്തിൽ സ്വാധീനിക്കാനുണ്ട്? എല്ലാ അർത്ഥത്തിലും സമൂഹത്തെ സ്വാധീനിച്ച ഏക വ്യക്തിത്വത്തെ കുറിച്ച് പഠിച്ചാൽ നമുക്ക് റസൂലിനെ അല്ലാതെ മനസ്സിലാക്കാൻ പറ്റണില്ലേ? അങ്ങനെയാണ് ഫാദർ ബെഞ്ചമിൻ ഗൽദാനി ബൈബിളിൽ മുഹമ്മദ് ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി പഠനം തുടങ്ങുന്നത്. അദ്ദേഹത്തിന് ഹീബ്രു നന്നായിട്ട് അറിയാം, അരമായിക്ക് അറിയാം, സുറയാനി അറിയാം, ആദിമ ബൈബിളാകുന്ന പുതിയ നിയമത്തിൻ്റെ ഭാഷയാകുന്ന ഗ്രീക്കും അറിയാം. ഈ വലിയ വിജ്ഞാന സാഗരത്തിൻ്റെ മുന്നിൽ നിന്ന് ഹബീബായ റസൂലിനെ കുറിച്ച് ബൈബിളിൽ ഒരു പ്രവചനവുമില്ലെന്ന് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം പഠനം തുടർന്നു. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിനീത വിധേയനായ അനുയായിയായി അദ്ദേഹം മാറി. മുഹമ്മദ് ഇൻ ദ ബൈബിൾ എന്ന പേരിൽ പുസ്തകം രചിച്ചു. ലോകത്ത് 136 ഭാഷകളിലേക്ക് ആ പുസ്തകം ട്രാൻസ്ലേഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിലുണ്ട് മുഹമ്മദ് നബി ബൈബിളിൽ നിന്നും പറഞ്ഞ ആ പുസ്തകം. റസൂലിനെ എതിർക്കാൻ തുടങ്ങിയതാണ്, പക്ഷേ എത്തിച്ചേർന്നത് ഹബീബായ നബി തങ്ങളെക്കുറിച്ച് ബൈബിളിലുള്ള പ്രവചനങ്ങളെ കൃത്യമായി തെളിയിക്കുന്ന മുഹമ്മദ് ഇൻ ദി ബൈബിൾ എന്ന പുസ്തകം രചിക്കുന്നിടത്ത്. അദ്ദേഹം മാത്രമാണോ? ഫാദർ അബ്ദുൽ അഹദ് ദാവൂദ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അദ്ദേഹം റസൂലിനെ കുറിച്ച് പഠിച്ചതായിരുന്നു. അവസാനം മുഹമ്മദ് ദി പ്രിവ്യൂ ഓഫ് ബൈബിൾ എന്ന പേരിൽ പുസ്തകം രചിച്ചു. മുഹമ്മദ് ബൈബിളിൻ്റെ പ്രവചനം അദ്ദേഹം പുസ്തകം രചിച്ചു. അങ്ങനെ ബൈബിളിലുള്ള റസൂലിനെ കുറിച്ച് പഠിച്ച് ഹബീബായ നബി തങ്ങളുടെ കാൽ കീഴിൽ വിനീത വിധേയനാകുന്ന ഒരു ശിഷ്യനായി അദ്ദേഹം മാറുന്നു. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും നല്ല പ്രബോധകന്മാരിൽ അദ്ദേഹം ഉൾക്കൊള്ളുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ മുഹമ്മദ് മർബഡിയുക്ക് പിക്താളാണ് ഇസ്ലാമിൻ്റെ ഒന്നാം പ്രമാണമാകുന്ന പരിശുദ്ധ ഖുർആനിന് ഏറ്റവും കാവ്യാത്മികമായ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയയാൾ. അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ രചിച്ചു. നമ്മുടെ ഇന്ത്യയിൽ അദ്ദേഹം ജീവനക്കാരനായി വന്നു.
നമ്മുടെ നാടുകളിൽ പോലും അദ്ദേഹം വന്നിട്ടുണ്ട്. അത്രമേൽ സമൂഹത്തെ മൊത്തം സ്വാധീനിച്ചു ഹബീബായ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വ്യക്തിപരമായിട്ട് തന്നെ ആക്ഷേപിക്കുന്ന കുറേ സംഘങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഈ സ്വാധീനം ഇല്ലാതെയാക്കണം. അതിനുവേണ്ടി മതേതരമായ കുറേ ശ്രമങ്ങളുണ്ട്, മതത്തിനുള്ളിലുള്ള കുറേ ശ്രമങ്ങളുണ്ട്. ഞാനതേക്കുറിച്ച് വിസ്തരിച്ച് ചർച്ച ചെയ്യല്ല. റസൂലുള്ളാഹി സാധാരണക്കാരനാകുന്ന ഒരു അറബി പയ്യനാണെന്ന് പറയണമെന്ന് വാശിയുള്ളവരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിവസവും 100ഓളം തെറ്റ് ചെയ്യാറുണ്ടായിരുന്നുവെന്ന് നിർലജ്ജം എഴുതി വെച്ചവർ നമ്മുടെ നാട്ടിലുണ്ട്. 100ഓളം തെറ്റ്. ഹബീബായ റസൂലിൻ്റെ അനുയായികൾ ദിവസം 100ഓളം തെറ്റ് ചെയ്യാറുണ്ടോ? ഈ സദസ്സിൽ ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്, ആണും പെണ്ണുമായിട്ട്. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്നു, ഇന്ന് 100 പോകട്ടെ, 50 പോകട്ടെ, 25 പോകട്ടെ, ഒരു 10 തെറ്റ് ഇന്ന് കൃത്യമായി ചെയ്ത ആളുകളൊന്ന് കയ്യൊക്കാൻ പറഞ്ഞാൽ? കയ്യൊക്കാതിരിക്കണത് ജാള്യം കൊണ്ടല്ല, അത് ഇവർ ചെയ്യാത്തത് കൊണ്ടാണ്. തൻ്റെ ഇടത്തോടെ പറയാൻ പറ്റുമത്. ഞാനിന്ന് 10 തെറ്റ് ചെയ്തില്ല, ഞാനിന്ന് 5 തെറ്റ് പോലും ചെയ്തില്ല. കുറച്ചുകൂടെ സൂക്ഷ്മമായി ആലോചിച്ചാൽ ഈ സദസ്സിൽ 100 കണക്കിന് ആളുകൾ ഇന്നൊരു തെറ്റ് പോലും ചെയ്തിട്ടുണ്ടാവില്ല. അതാണ് മുഹമ്മദ് റസൂൽ നടത്തിയ സ്വാധീനം. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് യേശുക്രിസ്തു പറയുന്നുണ്ട്. അദ്ദേഹം തല താഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു നിലത്ത് എന്ന് ബൈബിൾ. തല താഴ്ത്തി ഇങ്ങനെ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു അദ്ദേഹം. വ്യഭിചാരിണിയെ പിടിച്ച് മുന്നിൽ കൊണ്ടുവന്നതാണ്. വ്യഭിചാരിക്ക് പറയുന്ന പഴയ നിയമത്തിലെ ശിക്ഷ എറിഞ്ഞു കൊല്ലണമെന്നാണ്. ആ ശിക്ഷ വിധിക്കാൻ വേണ്ടി ആളുകളെല്ലാം യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി കൂടെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നു. കല്ലിങ്ങനെ എടുത്തിട്ടുണ്ട് ഓരോരുത്തർ എറിഞ്ഞു കൊല്ലാൻ വേണ്ടി. യേശു തല താഴ്ത്തി മണ്ണിൽ എഴുതിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം തല ഉയർത്തി നോക്കുമ്പോൾ സ്ത്രീ മാത്രമുണ്ട്. കല്ലുമായി ഓങ്ങി നിന്നവരൊക്കെ മടങ്ങിപ്പോയിട്ടുണ്ട്. എന്തുകൊണ്ട്? യേശു വെച്ച കണ്ടീഷൻ പാർപ്പിക്കാൻ അവർക്ക് പറ്റിയില്ല. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന യേശുവിൻ്റെ കണ്ടീഷൻ പാലിച്ചുകൊണ്ട് കല്ലെറിയാൻ അവർക്ക് അവകാശമില്ലായിരുന്നു. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നൊരു പ്രഖ്യാപനം നടത്തിയാൽ കല്ലെറിയാൻ ആത്മാർത്ഥമായ അർഹതയുള്ള ലക്ഷക്കണക്കിന് ആളുകളെ അവിടുന്ന് സൃഷ്ടിച്ചു. ലക്ഷക്കണക്കിന് ആളുകളെ അവിടുന്ന് സൃഷ്ടിച്ചു. പാപം ചെയ്യാത്തവരായി ഒരു വലിയ സമൂഹത്തെ അദ്ദേഹം വാർത്തെടുത്തു. ഇതൊരു ചില്ലറ സംഗതിയല്ല. പാപത്തിൽ മാത്രം ജീവിച്ചിരുന്നവർ, സെക്സ് അവരുടെ ജീവിതത്തിൻ്റെ അനിവാര്യതയായി കൊണ്ട് നടന്നവർ, 30 ഭാര്യമാരെ വെച്ചുകൊണ്ട് ലൈംഗിക ബന്ധത്തിൻ്റെ ശക്തി തെളിയിക്കാൻ ശ്രമിച്ചിരുന്നവർ, വ്യഭിചാരവും ബലാത്സംഗവും പൗരുഷത്തിൻ്റെ ലക്ഷണമായി തെറ്റിദ്ധരിച്ചിരുന്നവർ, ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഹബീബായ റസൂൽ ഹാമിദിയക്കാരിയാകുന്ന പെൺകുട്ടിക്ക് ശിക്ഷ വിധിക്കുന്നുണ്ട്. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന്. അപ്രകാരം തന്നെ മായിസ് റളിയല്ലാഹു അൻഹുവിന് ശിക്ഷ വിധിക്കുന്നുണ്ട്. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. കല്ലെറിയാൻ അർഹതയുള്ള ലക്ഷക്കണക്കിന് ആളുകളെ മുത്തറസൂൽ സൃഷ്ടിച്ചു. അതാണ് റസൂലും സമൂഹവും തമ്മിലുള്ള സ്വാധീനം, ബന്ധം. ഈ ബന്ധം എങ്ങനെയെങ്കിലും ഇല്ലാതെയാക്കാൻ കുരിശുവാറിനൊക്കെ ശേഷം ഈ ഓറിയന്റലിസ്റ്റ് പണ്ഡിതന്മാർ തുടങ്ങിയ ചില ശ്രമങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ചില ഇസ്ലാം പ്രസ്ഥാനക്കാരെയും ബാധിക്കുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സാധാരണക്കാരനാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ ഡെയിലി 100 തെറ്റ് ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയുന്നത്. തൻ്റെ ദൈവത്തിന് വിധേയപ്പെടുന്ന വിഷയത്തിൽ മുഹമ്മദ് നബിക്ക് പോലും ധാരാളം വീഴ്ചകൾ സംഭവിച്ചിരുന്നുവെന്ന് അവർ എഴുതി വെക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം അള്ളാഹുവിൻ്റെ ദീൻ നമുക്ക് കൈമാറി തന്ന ഒരു മെസ്സഞ്ചറാണെന്ന് പറയുന്നത്. റസൂലുള്ളാഹി ആയതുകൊണ്ട് നബിയായിപ്പോയി. വേറൊരാളായിരുന്നെങ്കിൽ അദ്ദേഹം ആവുമായിരുന്നു. റസൂലിൻ്റെ മറ്റു പ്രത്യേകതയൊന്നും ഇല്ലെന്നവർ പറയുന്നത്. അതുകൊണ്ടാണ് ഹബീബായ റസൂൽ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ശരീരം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകും, ദുർഗന്ധം വന്നിട്ട് അത് വരാതിരിക്കാൻ വേണ്ടി മറവ് ചെയ്തുവെന്നവർക്ക് എഴുതാൻ തോന്നിയത്. ഏത് ശരീരവും മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് വിഘടനം തുടങ്ങും, ദുർഗന്ധം വരും, സമൂഹത്തിന് മനുഷ്യർക്ക് ബുദ്ധിമുട്ടാകും. അതില്ലാതെയാവാനാണ് മൃതശരീരം മറവ് ചെയ്യുന്നത്. മുഹമ്മദ് നബി പോലും അങ്ങനെയായിരുന്നു എന്ന് എഴുതാൻ കഴിഞ്ഞത്. സമൂഹത്തിന് റസൂലുമായുള്ള ഈ ആത്മീകമായ ബന്ധം ഇല്ലാതെയാക്കണം. അതിനാണ് ഓറിയന്റലിസ്റ്റുകൾ ധാരാളമായി പ്രവർത്തിച്ചത്.
അവിടെയാണ് നമ്മുടെ സംഗമത്തിൻ്റെ പ്രസക്തി. അവിടെയാണ് ICF-ൻ്റെയും RSCയുടെയും പ്രവർത്തനങ്ങളുടെ പ്രസക്തി. അള്ളാഹിൻ്റെ റസൂലുമായുള്ള ഈ സമൂഹത്തിൻ്റെ ഈ ആത്മികമായ ബന്ധത്തെ ദുർബലപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും അത് സമ്മതിക്കില്ലെന്ന പ്രഖ്യാപനത്തിൻ്റെ ഒറ്റപ്പേരാണ് RSC എന്നുള്ളത്. അതിൻ്റെ മറ്റൊരു പേരാണ് ICF എന്ന് പറയുന്നത്. നമ്മൾ ജാഗ്രതായി നിൽക്കുന്നു, നമ്മൾ കൺതുറന്ന് കാവൽ നിൽക്കുന്നു. അള്ളാഹുവിൻ്റെ ഹബീബോരെ ഈ സമൂഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു നടാൻ ആരെയും സമ്മതിക്കൂല എന്ന്. ഈ ഓറിയൻ്റലിസ്റ്റുകൾ നിർമ്മിച്ചു വെച്ച അബദ്ധ പഞ്ചാംഗങ്ങൾ വിവിധ ഭാഷകളിൽ ആവർത്തിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലും എന്നല്ല മറ്റു ചില നാടുകളിലുമൊക്കെ ഇപ്പം മതവിരുദ്ധരായ കുറേ ആളുകൾ ഹബീബായ നബിതങ്ങൾക്ക് നേരെ വിമർശനങ്ങളുമായി കടന്നു വരുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തെ സംശയിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പരിശുദ്ധ ഖുർആനുണ്ട് നമ്മുടെ മുമ്പിൽ. ഖിയാമത്ത് നാൾ ഇനി എന്ന് സംഭവിച്ചാലും, ലോകാവസാനം എത്ര വർഷങ്ങൾക്ക് ശേഷം നടന്നാലും അതുവരെ ലോകത്തെ നിയന്ത്രിക്കാനുള്ള വേഗ ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. ഈ ഖുർആൻ എന്നൊന്നും നിലനിൽക്കും. ഹബീബായ റസൂലിൻ്റെ ഒരു മഹത്വത്തിലേക്ക് നമ്മൾ പിന്നെയും കടന്നു പോവുകയാണ്. ഇതുവഴി ലോകത്ത് വിവിധ മതക്കാരുണ്ട്. അവർക്കൊക്കെ വ്യത്യസ്തങ്ങളായ വേദങ്ങൾ എന്ന പേരിലുള്ള പുസ്തകങ്ങളുമുണ്ട്. ആ പുസ്തകങ്ങൾ കാണാതെ പഠിച്ച ഒരൊറ്റ പണ്ഡിതനെ ആ മതാനുയായികളിൽ നമുക്ക് കാണാൻ കഴിയില്ല. ബൈബിൾ പുസ്തകം മുഴുവനായി പഠിച്ച ഒരു മാർപ്പാപ്പ പോലും കഴിഞ്ഞു പോയിട്ടില്ല. നിലവിലുള്ളവരാവട്ടെ ഇതുവരെ കഴിഞ്ഞവരാവട്ടെ കാണാതെ പഠിച്ചിട്ടേയില്ല. ഹബീബായ റസൂൽ തങ്ങൾ കൊണ്ടുവന്ന വേദോ ഇന്ന് ലോകത്ത് 2 കോടിയിലേറെ മുസ്ലിങ്ങൾക്ക് ഫാത്തിഹ മുതൽ അന്നാസ് വരെയുള്ള 604 പേജ് ബൃഹത്തായ ഗ്രന്ഥം കാണാതെ അറിയാം. ഞാൻ ഈ യുയിലേക്ക് കടന്നു വന്നപ്പോൾ ആദ്യമായി പരിചയപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഒരു ഹാഫിള് കുട്ടിയുണ്ട്. ഇന്ന് നമ്മുടെ ഈ പരിപാടിയുടെ 1-ാം ഭാഗത്ത് ഖുർആൻ ഓതി നമ്മളെ അനുഗ്രഹിച്ചത് മറ്റൊരു ഹാഫിള് കുട്ടിയാണ്. 2 കോടി ഹാഫിളീങ്ങളുടെ 2 പ്രതീകങ്ങൾ, 2 പ്രതിനിധികൾ. ലോകത്തെ ഏതൊരു ഗ്രന്ഥത്തിനാണ് ഇത് സാധ്യമായിട്ടുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, ബൈബിൾ പുസ്തകങ്ങൾ മുഴുവൻ പഠിച്ച ഒരു മാർപ്പാപ്പ പോലും കഴിഞ്ഞു പോയിട്ടില്ല എന്ന്. വസ്തുതയാണ്, ആരോപണമല്ല. ലോകത്ത് 2 കോടിയിലേറെ വിശ്വാസികളുടെ ഹൃദയത്തിൽ പരിശുദ്ധ ഖുർആൻ റെഡിയായുണ്ട്. ഏതെങ്കിലും ഒരു ലോക ഭരണാധികാരി വരികയും ഖുർആനിൻ്റെ എല്ലാ കോപ്പികളും കണ്ടുകെട്ടുകയും ഖുർആനിൻ്റെ എല്ലാ ആപ്പുകളും അദ്ദേഹം നശിപ്പിക്കുകയും അത് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സോഫ്റ്റ്വെയർ അയാൾ വികസിപ്പിക്കുകയും ഖുർആനിൻ്റെ ഒരു ആപ്പ് പോലും തുറക്കാൻ വിശ്വാസികൾക്ക് കഴിയാതിരിക്കുകയും ചെയ്താലും നേരം വെളുക്കുമ്പോഴേക്ക് ആയിരക്കണക്കിന് ഖുർആനിൻ്റെ ഒറിജിനൽ കോപ്പി സൃഷ്ടിക്കാൻ, നിർമ്മിക്കാൻ, പ്രിൻ്റ് ചെയ്യാൻ ഈ സമൂഹത്തിന് മാത്രം സാധ്യം. 2 കോടി മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ ഏത് ആപ്പ് നിശ്ചലമായാലും, പ്രിൻ്റ് ചെയ്യപ്പെട്ട ഏത് ഖുർആനിൻ്റെ കോപ്പികൾ കത്തിക്കപ്പെട്ടാലും നശിക്കാതെ ഈ വേദഗ്രന്ഥം സുരക്ഷിതമായി നിലകൊള്ളുന്നു. വേറെ ഏത് വേദത്തിൻ്റെ അനുയായിക്ക്, ഏത് വേദത്തിൻ്റെ പ്രോക്താവിന് ഇത് സാധ്യമാണ് പറയാൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം കഴിയുന്നു. ഈ ഒരു ബന്ധത്തെ അറുത്തുമാറ്റണം. റസൂലുള്ളാഹി തങ്ങൾ പ്രവാചകരാണെന്നതിൻ്റെ ഏറ്റവും മികച്ച തെളിവായി ഖുർആൻ നിലനിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് റസൂൽ തങ്ങളുടെ ദീനിലേക്ക് നേരത്തെ നമ്മുടെ ഒരു സഹോദരൻ സൂചിപ്പിച്ച നിങ്ങൾ കേട്ട് കാണും, 2050 ആകുമ്പോഴേക്ക് ലോകത്തെ ഏറ്റവും വലിയ മതമായി ഇസ്ലാം മാറുമെന്ന്. അതൊരു പഠനമാണ്. വേറൊരു പഠനം പറയുന്നത് 2050 വരെ കാത്തു നിൽക്കേണ്ടതില്ല, 2030 ശേഷം അത് സംഭവിക്കുമെന്നാണ്. യൂറോപ്പിൻ്റെ ഒക്കെ കണക്കെടുത്ത് നോക്കും നമ്മൾ. ഒരു 10-15 വർഷം മുന്നേ 2% മാത്രം മുസ്ലിങ്ങളുണ്ടായിരുന്ന ഫ്രാൻസിൽ ഇന്ന് 10%-ലേറെ മുസ്ലിങ്ങളാണ്. ഈ വർഷത്തിൻ്റെ മുന്നത്തെ വർഷത്തിലെങ്ങാണ്ട് ഫുട്ബോൾ കപ്പ്, ലോകകപ്പ് നേടിയ ഫ്രാൻസിൻ്റെ കളിക്കാരിൽ 29 പേരിൽ 13 പേര് മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകും. നിങ്ങൾ സെർച്ച് ചെയ്യുക, അതാണ് വസ്തുത. കളിക്കാർ മൊത്തം എന്നല്ല പറയണത്, സ്റ്റാഫും അവരുടെ മറ്റ് സംഗതികളും ഒക്കെ കൂടെ കൂടിയുള്ള 29 പേരിൽ. ഈ പ്രാവശ്യം ലോകകപ്പ് നേടിയ അർജന്റീനൻ ഫുട്ബോൾ ടീമിൽ 2 പേര് മുസ്ലിങ്ങളാണ് എന്നതാണ് സത്യം. അർജന്റീനയിൽ ആയിരക്കണക്കിന് പള്ളികൾ വന്നുകൊണ്ടേയിരിക്കുന്നു. നേരത്തെ നമ്മുടെ ഒരു സഹോദരൻ നിസ്കാരാനന്തരം ജുമയ്ക്ക് ശേഷം ഒരു ആൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന കഥ പറഞ്ഞു. 2000 ആളുകളൊക്കെയാണ് അർജന്റീനയിൽ ഒരു പള്ളിയിൽ ഒരു നേരം വെച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഡെയിലി അങ്ങനെ ഉണ്ടെന്നല്ല ഞാൻ പറയണത്, അതുപോലും സംഭവിച്ചിട്ടുണ്ട് എന്ന്. എന്തുകൊണ്ടാണ് എല്ലാവരും വത്സിച്ചിട്ടും
ഇസ്ലാം ഈക്വൽ ടു ടെററിസം എന്ന ക്ലീശയെ നിർമ്മിച്ച് മതത്തെ വ്യാപകമായി ആക്രമിച്ചിട്ടും ഈ ഒരു വർധനവ് സാധ്യമാണത് എങ്ങനെയാണ്? പ്രബോധന രംഗത്ത് വളരെ ബേക്കിലാണ് ഈ സമൂഹം. വല്ലാതെ ഒന്ന് ദീനിനെ പരിചയപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കാറില്ല. എന്നാൽ പോലും ഈ വിധത്തിലേക്ക് ഇസ്ലാമിൻ്റെ പ്രവാചകരുടെ അനുയായികൾ വർദ്ധിച്ചു വരുന്നത് എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകരാണെന്നതിൻ്റെ ഏറ്റവും പ്രമുഖ തെളിവാകുന്ന പരിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ ആ ഒരു ദൗത്യം നിർവഹിച്ചുകൊണ്ട് നിലകൊള്ളും. ഖിയാമത്ത് നാൾ വരെയും ഈ ഒരു ദൗത്യം നിർവഹിച്ചുകൊണ്ട് ഖുർആൻ നിലകൊള്ളും. റസൂലുള്ളാഹി തങ്ങളല്ലാത്തൊരു പ്രവാചകൻ ഇനി വരാനില്ലെന്ന് സൂറത്തുൽ അഹ്സാബിൻ്റെ 40-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മളോട് പറഞ്ഞതാണ്. ഹബീബായ നബി തങ്ങൾ തൻ്റെ 200-ലധികം വചനങ്ങളിലൂടെ അത് വിശദീകരിക്കുകയും ചെയ്തു. ഈ വിധം പ്രവാചകത്വത്തിൻ്റെ പരിസമാപ്തി അള്ളാഹുവിൻ്റെ റസൂലരോടുകൂടെ സംഭവിച്ചിട്ട് ഇനി ഒരു പ്രവാചകനും വരാനില്ലാത്ത ലോകത്ത് ദീൻ എന്നുമെന്നും നിലനിൽക്കുന്നത് പരിശുദ്ധ ഖുർആൻ വഴിയാണ്, തിരുഹദീസുകൾ വഴിയാണ്. അപ്പോൾ ഖുർആനിനോടും ഹദീസിനോടുമുള്ള സമൂഹത്തിൻ്റെ ബന്ധത്തെ ഇല്ലാതെയാക്കണം. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ഒരിക്കലും സാധ്യമല്ലാത്ത കള്ളപ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. ഇതിനു വേണ്ടിയാണ് ഖുർആനെതിരെ വിവിധങ്ങളായ ഗ്രൂപ്പുകൾ രൂപപ്പെടുന്നത്. ഇതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് സ്ത്രീലമ്പടനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ യുദ്ധക്കൊതിയനായിരുന്നുവെന്ന് പറഞ്ഞ് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മുടെ സഹോദരൻ പറഞ്ഞു, ഈ വേദിയും ഇതുപോലെയുള്ള വേദികളും ഉപയോഗപ്പെടുത്തി ദീന് പഠിച്ച് റസൂലിൻ്റെ യഥാർത്ഥ ചിത്രം മനസ്സിലാക്കി സമൂഹത്തിന് അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണം എന്ന്. നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം സൂറത്തുൽ അറാഫിൻ്റെ 157-ാമത്തെ വചനത്തിൽ വനസറൂഹു, അള്ളാഹുവിൻ്റെ റസൂലിനെ സഹായിച്ചവർ എന്നൊരു പ്രയോഗം നമുക്ക് കാണാൻ പറ്റും. സഹാബികളുടെ ആ സഹായമൊക്കെ നമുക്കറിയാം. ഈ കാലത്ത് നമുക്ക് എങ്ങനെ റസൂലിനെ സഹായിക്കാൻ പറ്റും? റസൂലോർക്കെതിരെ പടച്ചുവിടുന്ന വൃത്തികെട്ട ആരോപണങ്ങളെ ശക്തമായി പ്രതിരോധിക്കുന്ന വിജ്ഞാനത്തിൻ്റെ വാഹകരായി നമുക്ക് മാറാൻ പറ്റും. എവിടെയൊക്കെ റസൂലിനെതിരെ ആരൊക്കെ പറയുന്നു അപ്പോഴെല്ലാം അതിനെ ശക്തമായി പ്രതിരോധിച്ച് നിർത്താനുള്ള ഇൽമ്, വിജ്ഞാനം നമുക്ക് നേടാൻ പറ്റും. ഏത് ആരോപണം പരിശോധിച്ചാലും ഹബീബായ റസൂൽ തങ്ങൾ എല്ലാത്തിനും മുകളെ ജ്വലിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാനും പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുർആനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ആരായിരുന്നു റസൂൽ തങ്ങൾ? നിരക്ഷരരായിരുന്നു. ഒരു പുസ്തകം വായിക്കാത്തയാളാണ്, ഒരക്ഷരം എഴുതാത്ത ആളുമാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അങ്കബൂത്തിന്റെ 48-ാമത്തെ വാക്യത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട്. മാ കുൻത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബ് വലാ തഖുത്തുഹു ബിയമീനിക ഇദല്ലർതാബൽ മുബ്തിലൂൻ. അങ്ങതിൻ്റെ മുമ്പ് ഒരു പുസ്തകവും വായിച്ചിട്ടില്ല റസൂലേ, അങ്ങതിൻ്റെ മുമ്പ് ഒരക്ഷരവും എഴുതിയിട്ടില്ല. അങ്ങ് എഴുതിയിരുന്നുവെങ്കിൽ, പഠിച്ചിരുന്നുവെങ്കിൽ, വായനക്കാരനായിരുന്നുവെങ്കിൽ, അറബി സാഹിത്യത്തിൽ PhD നേടിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അങ്ങ് കൊണ്ടുവരുന്ന വിശുദ്ധ വേദം അങ്ങ് നിർമ്മിച്ചതാണെന്ന് ശത്രുപക്ഷം ആരോപണം ഉന്നയിക്കുമായിരുന്നു. പക്ഷെ അങ്ങ് നിർമ്മിച്ചതല്ല. എന്തുകൊണ്ട്? അങ്ങേക്ക് എഴുത്തറിയില്ല, അങ്ങേക്ക് വായിക്കാൻ അറിയില്ല. എഴുത്തറിയാത്ത, വായിക്കാൻ അറിയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ഈ പരിശുദ്ധ ഖുർആൻ 1400 വർഷത്തിനപ്പുറം എല്ലാ വിമർശനങ്ങളെയും അതിജയിച്ച് ജ്വലിച്ചു നിൽക്കുന്നത് എങ്ങനെയാണ്? ശാസ്ത്രം എത്രമേൽ വികസിച്ചു വന്നു, ശാസ്ത്രത്തിൻ്റെ വിജ്ഞാനം എത്രമേൽ വർദ്ധിച്ചു വന്നു. എന്തുകൊണ്ട് ഖുർആനിലെ ഒരു പ്രയോഗം പോലും ശാസ്ത്രവിരുദ്ധമാകാതിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനുമായി വരുന്ന സന്ദർഭത്തിൽ ശാസ്ത്രം LKG പോക്ക് തുടങ്ങിയിട്ടില്ല. എന്നിട്ട് എന്തുകൊണ്ട് ഒരു ശാസ്ത്രീയമായ അബദ്ധവും ഖുർആനിൽ കടന്നു വരാതെയിരുന്നു? 5 വർഷം കഴിയുമ്പോഴേക്ക് കേരള ഗവൺമെൻറ് സയൻസ് പുസ്തകങ്ങൾ പുനഃസംവിധാനിക്കും. എന്തുകൊണ്ടെന്നാൽ 5 വർഷമാകുമ്പോഴേക്ക് ശാസ്ത്രത്തിലെ പല തീരുമാനങ്ങളും മാറിയിട്ടുണ്ടാകും, അപ്ഡേഷൻ നടന്നിട്ടുണ്ടാകും. അത് കുട്ടികൾക്ക് പഠിക്കാൻ കഴിയില്ല. അതുകൊണ്ട് 5 വർഷം കൂടുമ്പോൾ നമ്മുടെ സിലബസിലെ ശാസ്ത്ര പുസ്തകങ്ങൾ മാറ്റിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് 1450 വർഷം മുന്നേ പരിശുദ്ധ ഖുർആൻ അവതീർണമായിട്ട് ഒരു മാറ്റവും വരുത്താതെ ശാസ്ത്രത്തിൻ്റെ ഒരു തീരുമാനത്തോടും ഖുർആൻ വിരുദ്ധമാവാത്തത് എന്തുകൊണ്ടാണ്? വെറുതെ ഒന്ന് സങ്കല്പിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നത്തെ ഒരു ഫിസിക്സ് പണ്ഡിതനെ കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ അന്നത്തെ ഒരു ബയോളജിസ്റ്റിനെ കണ്ടുപിടിക്കുന്നു.
ആ ബയോളജി സാറോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് മനുഷ്യക്കുട്ടി ഉരഭം പ്രാപിക്കുന്നത് എന്ന് അന്വേഷിച്ചു മനസ്സിലാക്കുന്നു. എന്നിട്ട് ആ വിജ്ഞാനം വന്ന് തൻ്റെ ഖുർആനിൽ ചേർത്തിട്ട് പുതിയൊരു സൂക്തം നിർമ്മിച്ച് ചൊല്ലിക്കൊടുക്കുന്നു. എങ്ങനെ ഉണ്ടാവും ആ സൂക്തം? മെൻസസ് ബ്ലഡ് കട്ട പിടിച്ച് കുഞ്ഞു നിർമ്മിക്കപ്പെടുന്നു എന്ന ആ സൂക്തത്തിൽ ഉണ്ടാകുമായിരുന്നു. അന്ന് ശാസ്ത്രം വിശ്വസിച്ചത് അതായിരുന്നു. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടങ്ങളിലാണ് സ്രവിക്കുന്ന ശുക്ലത്തിലെ ഒരു കണമാകുന്ന ബീജം അതാണ് അണ്ഡവുമായി ചേർന്ന് കുഞ്ഞായി രൂപപ്പെടുന്നത് എന്ന് ശാസ്ത്രം കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ ഏകദേശം 13,300 ചില്ലാനം കൊല്ലം മുന്നേ, അതിൻ്റെ 13,000 ചില്ലാൻ കൊല്ലം മുന്നേ അള്ളാൻ്റെ റസൂൽ ഖുർആൻ കൊണ്ടുവന്നിട്ട് മെൻസസ് ബ്ലഡ് കട്ട പിടിച്ച് കുഞ്ഞു രൂപീകരിക്കപ്പെട്ടു എന്ന് ഖുർആനിലില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹി തങ്ങളൊരു ബയോളജി പണ്ഡിതനെ കണ്ടിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് എങ്ങനെയാണ് കുഞ്ഞു രൂപപ്പെടുന്നത് എന്ന ശാസ്ത്രം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവിടുന്ന് ഇങ്ങനെയൊക്കെ സംഘടിപ്പിച്ചാണ് പരിശുദ്ധ ഖുർആൻ നിർമ്മിച്ചതെങ്കിൽ തീർച്ചയായും ആ ഭാഗത്തെത്തുമ്പോൾ ഇന്ന് നമുക്ക് ഖുർആൻ ഉറക്കെ പാരായണം ചെയ്യാൻ കഴിയാതെ വരുമായിരുന്നു. കുറേ ആരോപണങ്ങളുണ്ട്. വസ്തുതാപരമായി ചിന്തിച്ചാൽ അതൊന്നും മനുഷ്യരുടെ മുമ്പിൽ പറയാൻ പോലും പറ്റാത്ത വൃത്തികെട്ട ദുരാരോപണങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരക്ഷരനായിരിക്കെ, ഒരു പുസ്തകം പോലും വായിക്കാതിരിക്കെ അവിടുന്ന് കൊണ്ടുവന്ന പരിശുദ്ധമായ വേദത്തിൽ എന്തുകൊണ്ടൊരു ചരിത്രാബദ്ധവും കടന്നു വരാതിരുന്നു? എന്തുകൊണ്ടാണ് റസൂൽ തങ്ങളുടെ ഖുർആനിൽ ഒരു വൈരുദ്ധ്യം പോലും ഇല്ലാതെ വന്നു? ഒരു പുസ്തകം എഴുതിയിട്ട് അത് പലവട്ടം എഡിറ്റ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും പണ്ഡിതൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അത് എഡിറ്റ് ചെയ്യിപ്പിച്ച് തിരുത്തുകളൊക്കെ നടത്തി കൊണ്ടുവന്നതല്ല. വിവിധ സന്ദർഭങ്ങളിൽ 23 വർഷം എന്ന ലോങ് പീരീഡിനിടക്ക് പലപ്പോഴും സങ്കീർണമായ അനർഘമായ നിമിഷങ്ങളിൽ ഖുർആൻ വചനങ്ങൾ അവതരിക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് വെച്ചപ്പോൾ എന്തുകൊണ്ട് ഒന്ന് മറ്റൊന്നുമായി വിരുദ്ധമാവാതിരുന്നു? അതുകൊണ്ടാണ് സൂറത്തു നിസാഇന്റെ 82-ാമത്തെ വചനത്തിൽ ഖുർആൻ ചോദിക്കുന്നത്, അള്ളാഹുവിൽ നിന്നല്ലായിരുന്നു ഖുർആനിൻ്റെ അവതരണമെങ്കിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണുമായിരുന്നു. അറബി അറിയുന്ന എത്ര മുസ്ലിം പണ്ഡിതന്മാരുണ്ട്? ഖുർആനിൻ്റെ 4 കോപ്പി നിരത്തി വെച്ചിട്ട് അവർക്ക് ഒരു ഗവേഷണം നടത്തിക്കൂടെ? ഖുർആനിൽ ഇത്ര വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്ന് അവർക്ക് പുറത്തു കൊണ്ടുവന്നുകൂടെ? എന്തുകൊണ്ടത് സാധ്യമല്ല? 23 വർഷത്തെ ദീർഘമായ പീരീഡിനുള്ളിൽ വിവിധ സന്ദർഭങ്ങളിൽ വിവിധ അവസരങ്ങളിൽ ഉഹദിൻ്റെയൊക്കെ ഏറ്റവും സങ്കീർണമായ പശ്ചാത്തലത്തിൽ അവതീർണമായ സൂറത്തു ആലിമ്രാൻ്റെ 144-ാമത്തെ വചനമടക്കം ഒന്നും മറ്റൊന്നിനോട് വിരുദ്ധമാവാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലാഹു അല്ലായിരുന്നു ഖുർആൻ കൊണ്ടുവന്നതെങ്കിൽ, അവതരിപ്പിച്ചതെങ്കിൽ അതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണുമായിരുന്നുവെന്ന് ഖുർആൻ. അറബി പഠിച്ച എത്ര പണ്ഡിതന്മാർ ക്രൈസ്തവ ലോകത്ത് കഴിഞ്ഞുപോയി, ഓറിയന്റലിസ്റ്റുകളുടെ ലോകത്ത് കഴിഞ്ഞുപോയി. ഇന്നും അറബി സാഹിത്യം പഠിക്കുന്ന മതവിദ്യാർത്ഥികൾ കൂടുതലായി ആശ്രയിക്കുന്ന ഒരു ആധുനിക നിഘണ്ടുവാണ് അൽ-മുൻജിദ്. ഈ അൽ-മുൻജിദ് രചിച്ചത് ഏതെങ്കിലും പൂർവികരാകുന്ന മുസ്ലിം പണ്ഡിതനാണോ? അല്ല. ഫാദർ ലൂയിസ് എന്ന ഓറിയന്റലിസ്റ്റ് പണ്ഡിതൻ. ഫാദർ ലൂയിസ് എന്ന ഓറിയന്റലിസ്റ്റ് പണ്ഡിതനാണ് ഇത്തറത്തടിച്ച നമ്മുടെ മക്കളൊക്കെ ഇപ്പോഴും അറബി പഠിക്കുമ്പോൾ ആശ്രയിക്കുന്ന അൽ-മുൻജിദ് അറബി നിഘണ്ടുവിൻ്റെ കർത്താവ്. അദ്ദേഹത്തിന് അറബി ഭാഷ അറിയില്ലേ? ധാരാളം അറിയാം. അദ്ദേഹം അറബി സാഹിത്യത്തിൽ വമ്പനല്ലേ, വലിയ പണ്ഡിതനായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം അൽ-ബഖറയുടെ 23-ാമത്തെ വചനത്തിൽ വലൗ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലി, അള്ളാഹുവിൻ്റെ റസൂൽ കൊണ്ടുവന്ന പരിശുദ്ധ വേദത്തിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതിലൊരധ്യായത്തിന് തുല്യമായൊരു അധ്യായം കൊണ്ടുവരൂ എന്ന ഖുർആനിൻ്റെ ഖണ്ഡിതമായ വെല്ലുവിളിക്ക് മറുപടി തയ്യാറാക്കാൻ അറബി സാഹിത്യത്തിലെ കുലപതിയാകുന്ന ഫാദർ ലൂയിസിന് കഴിയാതെ വന്നു. എന്തുകൊണ്ട് മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതലുള്ള അറബി സാഹിത്യത്തിലെ വല്ലഭന്മാർക്ക് ഈ വെല്ലുവിളിക്കു മുമ്പിൽ പുഞ്ചപ്പുച്ചമടക്കി ഓച്ചാനിച്ച് നിൽക്കേണ്ടി വന്നു?
എന്തുകൊണ്ട് അത്തരം സാഹിത്യകാരന്മാരെല്ലാവരും ഖുർആനിലെ സാഹിത്യവും മേന്മയും അംഗീകരിച്ച് ഖുർആനിൻ്റെ മുമ്പിൽ വിനയാന്വിതം നിലകൊണ്ടു? മഹാദാ ഖൗലുൽ ബഷർ, ഇത് മനുഷ്യവചനമേ അല്ല. നസല ബിഹി റൂഹുൽ അമീൻ, വിശ്വസ്തനാകുന്ന ആത്മാവ് ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഇത് കൊണ്ടുവരുന്നത്. ആ ഖുർആൻ നിലനിൽക്കുന്ന കാലം ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സത്യസന്ധതയ്ക്ക്, പ്രവാചകത്വത്തിന് ഒരു മറ്റു തെളിവ് ആവശ്യമേ ഇല്ല. ഖുർആനിനെ നശിപ്പിച്ച് തോൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇസ്ലാമിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കാൻ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അമാന്യമായി വിമർശിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വേദിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 വിമർശനം ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. അതിനുശേഷം നമുക്ക് മദ്ഹുർ റസൂലിലേക്ക് പോകണം. റസൂലുള്ളാഹി ഒരു യുദ്ധക്കൊതിയനായിരുന്നു എന്ന ഒന്നാം വിമർശനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതകാലത്ത് 82ഓളം യുദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവിടുന്ന് നേരിട്ട് ഇറങ്ങിയ 2 യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് യുദ്ധങ്ങളിൽ കുറേ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി ഭീകരനായിരുന്നു, യുദ്ധക്കൊതിയനായിരുന്നു എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് സയൻറ്റിഫിക്കായിട്ട് വിലയിരുത്തിയാൽ എത്രമേൽ ബാലിശമാണ് ഈ ആരോപണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിസ്തരിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ വളരെ ചുരുക്കി പറയാം, ശ്രദ്ധാപൂർവം കേട്ടിരിക്കണം, ആവർത്തിക്കാൻ സമയമില്ല. ഒന്നാമതായി, യുദ്ധം എന്ന് പറയുന്നത് കേവലം അല്ലാഹുവിൻ്റെ റസൂൽ കണ്ടുപിടിച്ച ഒരു സംഗതിയല്ല, ചരിത്രത്തിൻ്റെ തനിയാവർത്തനമാണത്. ഊർജ്ജസ്വലരായ സമൂഹം നിലകൊണ്ടിടത്തൊക്കെയും യുദ്ധം സംഭവിച്ചിട്ടുണ്ട്. പൂർവിക മതങ്ങളും മതനേതാക്കളും യുദ്ധത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അന്നൊക്കെ ഉണ്ടായിരുന്ന ഭീകരമായ യുദ്ധത്തിൽ നിന്ന് യുദ്ധത്തിനെ മര്യാദയുടെയും മാന്യതയുടെയും മനുഷ്യസ്നേഹത്തിൻ്റെയും വകുപ്പിലേക്ക് മാറ്റിച്ചേർക്കുകയാണ് ഹബീബായ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത്. യുദ്ധം നടത്താത്ത ഏത് സമൂഹ ലോകത്ത് കടന്നുപോയത്? നമുക്കറിയാലോ, നമ്മുടെ ഭാരതീയ ദർശനത്തിലെ കുരുക്ഷേത്ര യുദ്ധമൊക്കെ എത്ര ആളുകളാണ് മരണപ്പെട്ടത്? അന്നത്തെ കണക്ക് ഇന്നത്തെ കണക്കുമായി കമ്പയർ ചെയ്ത് നമ്മൾ സംസാരിച്ചാൽ ഏകദേശം 40 ലക്ഷം ആളുകൾ മരണപ്പെട്ടു എന്നാണ് പറയണത്. ദ്രോണാചാര്യരുടെ ഒരമ്പട് പോകുമ്പോൾ അത് കുറേ അമ്പുകളായിട്ട് മാറുന്നതും അതൊക്കെ തീ പിടിക്കുന്ന അഗ്നേയാസ്ത്രമാകുന്നതും ഒരു സമൂഹം മൊത്തം നശിപ്പിക്കപ്പെടുന്നതും ഇന്നുപോലും നമുക്ക് വായിക്കാനുള്ള പുരാണ ഗ്രന്ഥങ്ങളിലും ഇതിഹാസ ഗ്രന്ഥങ്ങളിലും കാണാൻ പറ്റും. യുദ്ധത്തെ ആരാ എതിർത്തത്? ആശാൻ എഴുതിയ ഗാന്ധാരി വിലാപം എന്ന കവിത പഠിച്ചവരാണ് നമ്മുടെ മക്കളൊക്കെ. എന്താണ് ഗാന്ധാരി വിലാപം എന്ന് പറയുന്ന കവിതയുടെ പ്രമേയം? എന്താണ്? കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞു, കൗരവർ 100 പേർ മരണപ്പെട്ടു. അവരിൽ നിന്ന് ശേഷിച്ചത് 2 പേർ മാത്രം. അശ്വത്മാവെന്ന് പറയുന്ന ദ്രോണാചാര്യരുടെ പുത്രനും വേറൊരാളും. പാണ്ഡവർ കുറേ ആൾ ശേഷിച്ചു, കുറേ ആളുകൾ മരണപ്പെട്ടു. ആ പാണ്ഡവർ വിശ്രമിക്കുന്ന സമയത്ത് അശ്വത്മാവും മറ്റേയാളും ചേർന്നിട്ട് അവരുടെ ടെൻറ്റിന് തീ കൊടുത്തു. കത്തിപ്പിടിച്ചവരെല്ലാവരും മരണപ്പെട്ടു. കൃഷ്ണൻ പാണ്ഡവരുടെ പക്ഷത്ത് നിന്ന് കൊണ്ടുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പടയാളികളെ കൗരവർക്ക് നൽകിയിരുന്നു യദുകുലം. ആ യദുകുലം കുരുക്ഷേത്ര യുദ്ധത്തോടുകൂടെ തകർന്നില്ലാതെയായി. ശേഷിച്ച ആളുകൾ പരസ്പരം പോരടിച്ചുകൊണ്ട് തീർന്നുപോയി. കുരുക്ഷേത്ര ഭൂമിയിൽ കബദ്ധങ്ങൾ കൂടിക്കടന്നു. കുരുക്ഷേത്ര ഭൂമിയിൽ കുറുനരികളുടെയും കഴുകന്മാരുടെയും വമ്പിച്ച സാന്നിധ്യം ഉണ്ടായി. മനുഷ്യ ശരീരം കൊത്തി തിന്നാൻ വേണ്ടി അവർ മത്സരിച്ചുകൊണ്ടിരുന്നു. ഈ സന്ദർഭത്തിൽ 100 മക്കളെപ്പറ്റി 100 പേരും കുരുക്ഷേത്ര യുദ്ധത്തിൽ മരണപ്പെടുന്ന പുത്ര ദുഃഖവും പുത്രനഷ്ടഭാരവുമായിട്ട് അവരുടെ അമ്മയാവുന്ന ഗാന്ധാരി കടന്നു വന്നിട്ട് ശ്രീകൃഷ്ണനോട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അന്വേഷണമുണ്ട്. കൃഷ്ണ, ഇതിനായിരുന്നോ നിന്റെ അവതാരമെന്ന്? ഇതിനായിരുന്നോ നീ ധർമ്മം സ്ഥാപിക്കാൻ വന്നതെന്ന്? നമുക്കറിയാം ഗീതയുടെ 4-ാം അധ്യായത്തിൻ്റെ 6-7 ശ്ലോകങ്ങൾ. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അബുദ്ധ്യാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധുനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഓരോ യുഗത്തിലും ഞാൻ സംഭവിച്ചു കൊണ്ടിരിക്കും. എന്തിന്? പരിത്രാണായ സാധുനാം, സാധുജനങ്ങളെ ഉയർത്താൻ, രക്ഷപ്പെടുത്താൻ. വിനാശായ ചതുഷ്കൃതാം,
ദുഷ്ടജനങ്ങളെ നശിപ്പിക്കാനും പാവപ്പെട്ട ആളുകളെ ഉയർത്താനും സംരക്ഷിക്കാനും ഓരോ യുഗങ്ങളിലും സംഭവാമി, ഞാൻ സംഭവിച്ചുകൊണ്ടിരിക്കും. വിഷ്ണുവിൻ്റെ അവതാരങ്ങളെക്കുറിച്ച് പറയുന്ന കൃഷ്ണൻ്റെ ഈ വാക്ക് മനസ്സിൽ വെച്ച് ഗാന്ധാരി ചോദിക്കുന്നു, ഇതിനായിരുന്നോ കൃഷ്ണ നിൻ്റെ അവതരണം? പാവങ്ങളെ രക്ഷപ്പെടുത്താനും ദുശക്തികളെ അടിച്ചൊതുക്കാനും നീ വരുമെന്ന് പറഞ്ഞത് ഇതിനായിരുന്നോ? ദേ കിടക്കുന്നു നമ്മുടെ കുലഗുരുവാകുന്ന ഭീഷ്മാചാര്യർ, നമ്മുടെ രണ്ടുപേരുടെയും നമ്മുടെ എല്ലാ മക്കൾക്കും അസ്ത്രവിദ്യ പഠിപ്പിച്ച ദ്രോണാചാര്യർ. എൻ്റെ മകൾക്ക് ഞാൻ ഭർത്താവായി കണ്ടുവച്ചിരുന്ന അർജുനൻ്റെ പുത്രനാകുന്ന അഭിമന്യു പത്മവ്യൂഹത്തിൽപ്പെട്ട് ഇതേ മരിച്ചു കിടക്കണ്. നമ്മുടെ ഗോത്രത്തിന് വലിയ കാവലായിരുന്നു. ഘടോത്കജൻ എന്ന ഭീമൻ്റെ രാക്ഷസപുത്രൻ ദേ ഭീഷ്മരുടെ വേലേറ്റു മരിച്ചു കിടക്കുന്നു. ഇതിനായിരുന്നോ നിൻ്റെ ആഗമം? ഇതിനായിരുന്നോ നീ ധർമ്മം സ്ഥാപിക്കാൻ അവതരിച്ചത് എന്ന് ഗാന്ധാരി ശ്രീകൃഷ്ണൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ഗാന്ധാരി വിലാപം നമ്മുടെ മക്കൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. 40 ലക്ഷത്തോളം ആളുകൾ മരണപ്പെട്ടു എന്ന് പറയുന്ന കുരുക്ഷേത്ര ഭൂമിയിലെ ഭീകരമായ യുദ്ധം ബോധപൂർവം മറന്നുകൊണ്ട് 83 യുദ്ധങ്ങൾക്കിടയിൽ ഇരുപക്ഷത്തുമായി 1017 പേർ മാത്രം മരിച്ച ഹബീബായ റസൂൽ തങ്ങളുടെ യുദ്ധങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഒരു യുദ്ധക്കൊതിയനായ മുഹമ്മദ് എന്ന് പ്രചരിപ്പിക്കപ്പെടുന്നു. മുത്തറസൂലിൻ്റെ ഒരു കയ്യിൽ വാളും മറുകൈയിൽ ബോംബും തലയിൽ മിസൈലുമായിട്ട് ഡെൻമാർക്കിൽ കാർട്ടൂണ് വരയ്ക്കപ്പെടുന്നു. യുദ്ധത്തെ പ്രോത്സാഹിപ്പിച്ചു എന്നാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തെ പ്രോത്സാഹിപ്പിച്ചു. സ്വർഗം തരുന്നു പറഞ്ഞിട്ട് ആളുകളെ യുദ്ധത്തിനിറക്കി എന്നാണ് ഒരു ആരോപണം. ശരിയാണ്, ധർമ്മത്തിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി പോരാടി മരിക്കുന്നവർക്ക് അള്ളാഹിൻ്റെ റസൂൽ സ്വർഗം പ്രദാനം ചെയ്തിട്ടുണ്ട്, വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇത് റസൂലിൽ പരിമിതമാണോ? ഇതല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്. ഇത് റസൂലിൻ്റെ മാത്രം പരിപാടിയായിരുന്നോ? അല്ല. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം സ്ഥാപിക്കാം, ഇവിടെ തന്നെ സ്വർഗം സൃഷ്ടിക്കാം എന്ന് പറഞ്ഞ് 1919 നടന്ന റഷ്യൻ വിപ്ലവത്തിൽ എത്ര ലക്ഷം ആളുകളാണ് മരണപ്പെട്ടത്? സ്വർഗമായിരുന്നു അവർക്കും വാഗ്ദാനം ചെയ്തത്. 1697 തോമസ് മോളിൻ്റെ ഉട്ടോപ്പിയ എന്ന നോവൽ പുറത്തു വരുമ്പോൾ അതിൽ തുടർന്ന് ഒരു പ്രശ്നങ്ങളുമില്ലാത്ത ശാന്തസുന്ദരമായൊരു ലോകം സാധ്യമാണെന്ന് ധരിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പ്രസ്ഥാനം രൂപപ്പെടുകയും അവർ ലോകത്ത് പലയിടങ്ങളിൽ സ്വാധീനം നേടുകയും ചെയ്തപ്പോൾ എല്ലായിടത്തും അവർ വിജയിച്ച് കയറിയത് യുദ്ധം കൊണ്ടായിരുന്നു. പോൾപോട്ട് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരൻ യുഗ്ലോസ്ലാവിയയിൽ തൻ്റെ ഭരണം സ്ഥാപിക്കാൻ വേണ്ടി 35 ലക്ഷം പച്ച മനുഷ്യരെയാണ് കൊന്നൊടുക്കിയത്. കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്ന ഇടങ്ങളിലെല്ലാം യുദ്ധങ്ങളുണ്ടായി. അതിനെ ആധുനികരാകുന്ന പണ്ഡിതന്മാർക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റുന്നുവോ അതിലേറെ മനോഹരമായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ യുദ്ധത്തിനെ കാണാൻ കഴിയണം. കഴിയാതിരിക്കുന്ന മഞ്ഞക്കണ്ണ് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. കമ്മ്യൂണിസം ഈ ലോകത്ത് തന്നെ സ്വർഗം പണിയാന്നാണ് പറഞ്ഞത്. ഇനി മറ്റു മതങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചാലോ? ശ്രീകൃഷ്ണൻ അർജുനൻ യുദ്ധത്തിന് തയ്യാറാവാതെ വിഷാദിച്ചു നിന്നപ്പോൾ അർജുനനെ മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഗീത പാടുന്നത്. 18 അധ്യായങ്ങളുള്ള ശ്രീമദ് ഭഗവത്ഗീത. അർജുനൻ യുദ്ധത്തിനിറങ്ങിയില്ലെങ്കിൽ പാണ്ഡവർ പരാജയപ്പെടുമെന്ന് കൃത്യമായി അറിയുന്ന കൃഷ്ണൻ അർജുനനെ മോട്ടിവേഷൻ ചെയ്യാനാണ് ഗീത പാടിക്കൊണ്ടിരിക്കുന്നത്. ഗീതയുടെ ആധികാരികതയെക്കുറിച്ചൊക്കെ ചില പഠനങ്ങളുണ്ട്, അതിവിടെ ഉദ്ധരിക്കേണ്ട കാര്യം എനിക്കില്ല. ഈ ഗീതയുടെ 2-ാമത്തെ അധ്യായം അർജുന വിഷാദയോഗം എന്നാണ്. എന്താ കാര്യം? അർജുനൻ്റെ ടെൻഷൻ. ആ അധ്യായത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ ശ്ലോകം അർജുനനോട് കൃഷ്ണൻ കൃത്യമായ രീതിയിൽ പറയുന്ന ഒരു വാചകമുണ്ട്. ഹതോവാ പ്രാപ്സസേ സ്വർഗം, ഹതോവാ പ്രാപ്സസേ സ്വർഗം. ഈ യുദ്ധത്തിൽ നീ മരണപ്പെട്ടാൽ നിനക്ക് സ്വർഗം പ്രാപിക്കാം. ഈ യുദ്ധത്തിൽ മരണപ്പെട്ടാൽ സ്വർഗം പ്രാപിക്കാം. ജിത്തോവാ ബോക്ഷസേ മഹിം. യുദ്ധത്തിൽ ജയിച്ചാലോ ഈ ഭൂമി അനുഭവിക്കുകയും ചെയ്യാം. തസ്മാത് അതുകൊണ്ട് ഉത്തിഷ്ഠ കൗന്ദേയ, കൗന്ദേയ എഴുന്നേൽക്കുക. ഉത്തിഷ്ഠ എഴുന്നേൽക്കൂ കൗന്ദേയ, കുന്തിയുടെ പുത്രനെ. യുദ്ധായ കൃതനിശ്ചയ, യുദ്ധം ചെയ്യാൻ നിശ്ചയിച്ചുകൊണ്ട് നീ എഴുന്നേൽക്കുക. യുദ്ധം ചെയ്താൽ മരണപ്പെട്ടാൽ സ്വർഗം കിട്ടുന്നു മുത്തറസൂല് പഠിപ്പിച്ചതാണോ? മുത്തറസൂൽ വരുന്നതിൻ്റെ 5000 വർഷം മുന്നേ ജീവിച്ചു എന്ന് പറയപ്പെടുന്ന ശ്രീകൃഷ്ണൻ
തൻ്റെ പ്രസിദ്ധമായ ഗീതയുടെ 2-ാം അധ്യായത്തെ 37-ാമത്തെ ശ്ലോകത്തിൽ ഹതോവാ പ്രാപ്സസ്സേ സ്വർഗം, യുദ്ധത്തിൽ മരണപ്പെട്ടാൽ സ്വർഗം കിട്ടുമെന്ന് കൃത്യമായിട്ട് പറയുന്നു. ഇനി ബൈബിൾ പുസ്തകങ്ങളിലേക്ക് നമ്മളൊന്ന് സഞ്ചരിച്ചാലോ, എത്ര ക്രൂരമായ യുദ്ധങ്ങളാണ് നമുക്കതിൽ കാണാൻ പറ്റുക. സംഖ്യാപുസ്തകത്തിൻ്റെ 31-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം, മോശസിനോട് ദൈവം അരുൾ ചെയ്തത് പ്രകാരം മദിയാനിനെതിരെ അവർ യുദ്ധം ചെയ്തു, മദിയാനിലെ എല്ലാ പുരുഷന്മാരെയും അവർ കൊന്നൊടുക്കി. അതിൻ്റെ താഴേക്ക് ഇങ്ങനെ കുറച്ച് കൂടെ വായിക്കുക. യുദ്ധം കഴിഞ്ഞ് വരുന്ന ആളുകളെ സ്വീകരിക്കാൻ മോശസ് മുന്നിൽ ചെല്ലണുണ്ട്. എന്നിട്ട് അദ്ദേഹം അവരോട് ചോദിക്കുന്നുണ്ട്, സൈന്യാധിപന്മാരോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങൾ പെണ്ണുങ്ങളെ വെറുതെ വിട്ടത്? എന്തിനാ നിങ്ങൾ കുഞ്ഞുങ്ങളെ വെറുതെ വിട്ടത്? എന്തേ നിങ്ങൾ അവരുടെ മൃഗങ്ങളെയും വൃദ്ധരെയും രോഗികളെയും നശിപ്പിക്കാതിരുന്നത്? എന്തുകൊണ്ട് അവരുടെ കൃഷികൾ നിങ്ങൾ നശിപ്പിക്കാതിരുന്നത്? സംഖ്യാപുസ്തകത്തിൻ്റെ 31-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ വായിച്ചു നോക്കുക. എന്തേ പെണ്ണുങ്ങളെ കൊല്ലായിരുന്നു എന്ന്, എന്തേ നാട് നശിപ്പിക്കായിരുന്നുവെന്ന്, എന്തേ മൃഗങ്ങളെയും കൃഷികളെയും ചുട്ട് ചാമ്പലാക്കാമായിരുന്നു എന്ന്. അല്ലാൻ്റെ റസൂൽ യുദ്ധത്തിന് പോകുമ്പോൾ തൻ്റെ അനുയായികൾക്ക് നൽകിയ നിർദ്ദേശം എന്താണ്? ഇങ്ങോട്ട് യുദ്ധത്തിന് വരുന്നവരോട് മാത്രം പ്രതികരിക്കണം, മുഖത്താക്രമിക്കരുത്, രോഗികളെയും കുട്ടികളെയും സ്ത്രീകളെയും ഒരു നിലക്കും യുദ്ധത്തിലേക്ക് വഴിച്ചലക്കരുത്, കൃഷി നശിപ്പിക്കരുത്, ഈത്തപ്പനക്കൊരു ഭംഗവും വരുത്തരുത്, മാന്യമായി മാത്രം യുദ്ധം ചെയ്യണം. യുദ്ധമെന്ന് പറഞ്ഞാൽ സംഹാരത്തിൻ്റെ മൂർത്തരൂപമായ ഒരു കാലത്ത് യുദ്ധത്തിന് മാന്യത പഠിപ്പിച്ച് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ യുദ്ധം ചെയ്യാത്തത്? ആരാണ് യുദ്ധം ചെയ്യാത്തത്? ഇന്നൊക്കെ ലോക പോലീസും സമാധാനത്തിൻ്റെ ദൂതരുമായി നടക്കുന്ന ആളുകൾ. നമ്മളിത് സംസാരിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ്. ആഗസ്റ്റ് 6-നും 3 ദിവസം കഴിഞ്ഞു 9-നും ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബിട്ട് 10 ലക്ഷത്തിലേറെ മനുഷ്യരെ എന്തിനാണ് മരിക്കണമെന്ന് പോലും അറിയാതെ കൊന്നു കളഞ്ഞു അവർ. അണുബോംബ് നിർമ്മിക്കുന്നതിന് അടിസ്ഥാന ശാസ്ത്രീയ സിദ്ധാന്തമായ അണുവിഘടനം കണ്ടുപിടിച്ച ഏറ്റവും പ്രസിദ്ധരാകുന്ന ശാസ്ത്രജ്ഞന്മാരിൽപ്പെട്ട ഈ ഐൻസ്റ്റീൻ, അദ്ദേഹം പിന്നെ വിലപിക്കുന്നുണ്ട്, ആ കണ്ടെത്തൽ ഞാൻ നടത്താതിരുന്നാൽ എത്ര നന്നായിരുന്നു എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. അണുവിനെ വിഘടിക്കാൻ പറ്റുമെന്ന കണ്ടെത്തൽ ഞാൻ നടത്താതിരുന്നാൽ ലോകം എത്രമേൽ സമാധാനപൂരിതമാകുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തേ കാര്യം? അദ്ദേഹം വിചാരിച്ചിടത്തുനിന്ന് പുറത്തുപോയി. അത് ഹിരോഷിമയിലും നാഗസാക്കിയിലും 10 ലക്ഷത്തിലധികം ജനങ്ങൾ മരണപ്പെട്ടു. 1-2 ലോകമഹായുദ്ധങ്ങളെ കുറിച്ച് പഠിക്കുക. എത്ര കോടി ജനങ്ങളാണ് മരണപ്പെട്ടത്? എത്ര കോടി ജനങ്ങളാണ് മരണപ്പെടുന്നത്? ഇന്നും നടക്കുന്ന കുറേ യുദ്ധങ്ങളെ കുറിച്ച് പരിശോധിച്ച് നോക്കൂ. എത്ര ലക്ഷങ്ങളാണ് ഇഞ്ചിഞ്ചായി മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കൊന്നൊടുക്കിയ കോടിക്കണക്കിന് മനുഷ്യരുടെ കബദ്ധങ്ങൾക്ക് മുകളിൽ കയറി നിന്നിട്ട് ഇവർ പറയാണ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഒരു ഭീകരനാകുന്നു എന്ന്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിധം ബാലിശമാണ് റസൂലിനെതിരെ ഉന്നയിക്കപ്പെടുന്ന എല്ലാ ആരോപണങ്ങളും. വിസ്തരിച്ചു പറയാൻ എൻ്റെ മുന്നിൽ സമയത്തിൻ്റെ പരിമിതിയുണ്ട്. റസൂലുള്ളാഹി സ്ത്രീലമ്പടനായിരുന്നു ഒരു പ്രയോഗം. റസൂലിൻ്റെ ഓരോ വിവാഹത്തെയും അനലൈസ് ചെയ്ത് ചർച്ച ചെയ്യണം നമുക്ക്. സമയം കുറവാണ്. ഒറ്റവാക്കിൽ ഞാനത് ഒതുക്കാം. വ്യഭിചാരവും ധാരാളം സ്ത്രീകളെ വെച്ചു പുലർത്തലും സ്റ്റാറ്റസിൻ്റെ സിമ്പലായിരുന്നു ഒരു കാലത്ത്. എത്ര കണ്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്യാൻ പറ്റുന്നോ ഓൻ ഏറ്റവും നല്ല ആൺകുട്ടിയാണെന്ന് വിലയിരുത്തപ്പെടുന്ന ആ കാലഘട്ടത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ ഒരു സ്ത്രീലമ്പടനായിരുന്നുവെങ്കിൽ എന്തിനാ വ്യഭിചാരത്തെ നിരോധിക്കുന്നേ? വ്യഭിചാരം എന്തിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹറാമാക്കിയത്? അന്ന് വ്യഭിചാരം മോശമല്ലല്ലോ. വ്യഭിചരിക്കുന്ന ആളെ കുറിച്ച് ആരും അയ്യെന്ന് കൈ ചൂണ്ടാറില്ലല്ലോ. വ്യഭിചാരം അഭിമാനമായി കൊണ്ട് നടന്നിരുന്ന ഒരു സമൂഹത്തിൻ്റെ എല്ലാ എതിർപ്പുകളും ഏറ്റുവാങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിനാ വ്യഭിചാരം ഹറാമാണെന്ന് പ്രഖ്യാപിക്കണത്? റസൂലുള്ളാഹി തങ്ങൾക്ക് വ്യഭിചാരം ഹറാമല്ല എന്ന് പറഞ്ഞാൽ പോരെ? ആ ലമ്പടന്മാരുടെ കൂട്ടത്തിൽ അങ്ങനെ ലമ്പടത്വമായിട്ട് പോയിക്കൂടായിരുന്നോ? ഇസ്ലാം വ്യഭിചാരത്തെ നിരോധിച്ചത് കൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീലമ്പടലാണെന്ന ആരോപണം ഉന്നയിക്കാൻ പോലും ഇവർക്ക് സാധ്യമായത്, പശ്ചാത്തലം ഒരുങ്ങണത്.
അന്നത്തെ കാലത്ത് എല്ലാവരും വ്യഭിചാരം നടത്തുമായിരുന്നെങ്കിൽ അതൊരു അഭിമാനത്തിൻ്റെ സിമ്പലായിരുന്നുവെങ്കിൽ, റസൂലുള്ളാഹി തങ്ങൾ ഇവരാരോപിക്കും പോലെ ഇങ്ങനെ ഒരു ലംബടനായിരുന്നുവെങ്കിൽ എന്തിനാ മുത്തറസൂൽ അതിൽ കൈവെക്കണത്? ആ സംസ്കാരമായിട്ട് അങ്ങനെ അങ്ങോട്ട് പോയാൽ പോരെ? പിന്നെ എന്തിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നിലധികം വിവാഹങ്ങൾ നിർവഹിച്ചത്? അതിൻ്റെ ചരിത്രപരമായ ദൗത്യം നിർവഹിക്കാനുണ്ടായിരുന്നു. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഓരോ വിവാഹവും കൃത്യമായ ലക്ഷ്യം ദീനി ദഅവത്ത് മുന്നിൽ വെച്ചായിരുന്നു. അത് സാധ്യമാവണമായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ വിസ്തരിക്കാൻ എനിക്ക് സമയക്കുറവുണ്ട്. അങ്ങനെ ഓരോ ആരോപണങ്ങളെടുത്ത് നമ്മൾ പരിശോധിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ന്യായോക്തികളെക്കുറിച്ച് വിമർശനം നടത്തുന്നവരുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കുടുംബത്തിന് വേണ്ടി ധാരാളം സമ്പാദിച്ചു കൂട്ടിയെന്ന് പച്ചക്കള്ളം പറയുന്നവരുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഖദീജ ബീവിയുടെ വിവാഹത്തോടുകൂടെ റസൂലുള്ളാഹി സമ്പന്നനായി എന്ന്. ഒരു സംശയമല്ല അതിൽ. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു? ശുഅബ് അബി ത്വാലിബിൽ 3 വർഷം കൊടും പട്ടിണി കിടന്ന കാരണത്താൽ അള്ളാഹിൻ്റെ റസൂൽ വല്ലാതെ ഇഷ്ടപ്പെട്ട മഹദിയാം ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ പോഷകാഹാരങ്ങളുടെ കുറവ് കൊണ്ട് വളരെ ബുദ്ധിമുട്ടി മരണപ്പെട്ടു. റസൂലുള്ളാഹി വലിയ സമ്പത്ത് കൂട്ടിവെച്ചു എന്നാണ് പറയണത്. സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി കുറച്ച് കൊള്ളസംഘത്തെ രൂപീകരിച്ച് നിരന്തരമായി ലോകത്ത് അക്രമങ്ങൾ അഴിച്ചുവിട്ടു എന്നാണ് പച്ചപ്പകലിനെ ഇരുട്ടാക്കിക്കൊണ്ട് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സമ്പത്ത് സ്വരൂകൂട്ടിയ റസൂൽ തങ്ങൾ മരണപ്പെടുമ്പോൾ തൻ്റെ പടയങ്കി അയൽവാസിയാകുന്ന ജൂതൻ്റെ അരികിൽ പണയത്തിലായിരുന്നു. എന്തിന്? തൻ്റെ വീട്ടിലേക്ക് ഏതാനും ഗസ്റ്റുകൾ വന്നപ്പോൾ ഇത്തിരി ഗോതമ്പ് മാവ് കടം കൊണ്ടുവരാൻ വേണ്ടി ഒരാളെ റസൂൽ തങ്ങൾ പറഞ്ഞയക്കുന്നു. നിങ്ങളുടെ നേതാവ് മുഹമ്മദ് നിങ്ങളെ വലിയ ആളായിരിക്കും, എന്നെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ആരുമല്ല. അതുകൊണ്ട് മുഹമ്മദിനാണെങ്കിലും കൊള്ളാം, വേറെ ആർക്കാണെങ്കിലും കൊള്ളാം, എനിക്ക് എന്തെങ്കിലും ഒരു പണയ വസ്തു വേണമെന്ന് ജൂതൻ ഗോതമ്പ് പൊടി വാങ്ങാൻ പോയ ആളോട് പറയുന്നു. നമ്മൾ പരിശോധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ മതക്കാരെ മൊത്തം നശിപ്പിച്ചുവെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൊത്തം മറ്റ് മതക്കാരെ ഒക്കെ നശിപ്പിച്ചുവെങ്കിൽ, റസൂലുള്ളാഹി തങ്ങൾ മരണപ്പെടുന്ന സന്ദർഭത്തിൽ അന്നവിടുന്ന് മഹാരാജാവാണ്, ലക്ഷക്കണക്കിന് തൻ്റെ വാക്ക് കേൾക്കാൻ കാത്തു നിൽക്കുന്ന അനുയായികളുടെ നേതാവാണ്. റസൂലുള്ളാഹി തങ്ങളുടെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നത് ജൂതനായിരുന്നു. അയാൾ ഭയത്തോടുകൂടെയല്ല ജീവിച്ചത്. റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങൾ ഒരിത്തിരി ഗോതമ്പ് മാവ് കടം തരാൻ ആവശ്യപ്പെടുന്നു എന്ന് ചോദിക്കുമ്പോൾ, അവിടെ പോയി അപേക്ഷിക്കുമ്പോൾ, മുഹമ്മദ് ആയാലും കൊള്ളാം, ആരായാലും തിരക്കടില്ല, ഞാൻ മാവ് കടം തരണമെങ്കിൽ എനിക്ക് പണയ വസ്തു ആവശ്യമാണെന്ന് പറയാൻ മാത്രം അദ്ദേഹം സുരക്ഷിതനായി ജീവിക്കുകയായിരുന്നു. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ധാരാളം സ്വത്ത് സ്വരൂകൂട്ടാൻ വേണ്ടി യുദ്ധങ്ങൾ സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ റസൂൽ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ, ഹബീബായ റസൂലിനെ അനുകരിച്ചു കൊണ്ട് കോടിക്കണക്കിന് മനുഷ്യർ എന്നുമെന്നും ജീവിച്ചു പോരുന്നതിനാൽ അവിടെ ഹൃദയത്തിൽ നിന്ന് സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഈ പ്രോക്താവിനെ, പ്രവാചകനെ അടർത്തി മാറ്റാനുള്ള വിവിധങ്ങളായ ശ്രമങ്ങൾ നടക്കുന്നു. അതിൽ വീണു പോവാതിരിക്കുക എന്നതാണ് വിശ്വാസികളുടെ ഏറ്റവും വലിയ ബാധ്യത. എങ്ങനെയാണ് നമ്മുടെ പൂർവികർ റസൂലിനെ സേവിച്ചത്? എങ്ങനെയാണ് നമ്മുടെ പൂർവികർ ഹബീബായ റസൂൽ തങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിച്ചത്? 12 അനുയായികളുമായി തന്നെ ജൂതർ കുരിശിൽ തറക്കാൻ വേണ്ടി വരുന്ന സമയത്ത് യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ പോകുന്നത് 4 സുവിശേഷങ്ങളുടെയും അവസാന ഭാഗത്ത് പരാമർശിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ശ്രദ്ധിച്ചു കേൾക്കണം. യേശുവിനെ കുരിശിൽ തറക്കാൻ വേണ്ടിയിട്ട് ജൂതന്മാർ പിടിക്കാൻ വരികയാണ്. അദ്ദേഹം ജീവൻ രക്ഷപ്പെടുത്താനുള്ള ഗംഭീരമായ പ്രയത്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആരും ശ്രദ്ധിക്കാത്തൊരു തോട്ടത്തിൽ പോയിട്ട് 12 അനുയായികളെ കാവൽ നിർത്തി അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമേ, ദൈവമേ, ഈ പാനപാത്രം എന്നിൽ നിന്നൊന്ന് നീക്കിത്തരയണമേ, ദൈവമേ, ദൈവമേ, എന്നെ ഒന്ന് നീ രക്ഷപ്പെടുത്തണമേ. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞ് അദ്ദേഹം പുറത്തു വരുമ്പോൾ കാവൽ നിർത്തിയ 12 പേരും ഉറങ്ങണതാണ് ആ ഗുരു കാണുന്നത്. 12 പേരും കടന്നുറങ്ങാണ്. അദ്ദേഹം ആരെ വിളിച്ചുണർത്തി, നിങ്ങൾ ഉണർന്നിരുപ്പിൻ,
ഞാൻ എൻ്റെ സമയം അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു, എൻ്റെ വിയർപ്പ് കണങ്ങൾ രക്തത്തുള്ളിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നും പറഞ്ഞ് അദ്ദേഹം പിന്നെയും പ്രാർത്ഥിക്കാൻ പോകുന്നു. കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം മടങ്ങി വരുമ്പോൾ കാവൽ നിർത്തിയ 12 പേരും കടന്നുറങ്ങാണ്. അദ്ദേഹം അവരെ വിളിച്ചുണർത്തിയിട്ട് പിന്നെയും പ്രാർത്ഥിക്കാൻ പോകുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒരു നേതാവും അനുയായികളും മറ്റൊരു നേതാവും അനുയായികളും എങ്ങനെയാണ് ജീവിച്ചത് എന്ന് നമ്മൾ അറിയണം. 3-ാം തവണ അദ്ദേഹം കടന്നു വരുമ്പോഴും ഇവർ 12 പേരും കടന്നുറങ്ങാണ്. എനിക്ക് വേണ്ടി ഒരു വിനായക നേരം ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല അല്ലേ എന്നും പറഞ്ഞിട്ട് നിരാശയോടുകൂടെ തൻ്റെ അനുയായികളെ ഉണർത്തി അദ്ദേഹം ആ ഭാഗത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോവാണ്. കൃത്യം 12 ആളുകളും ശിഷ്യന്മാരും ഹബീബായ റസൂൽ തങ്ങളും ഉഹദിൻ്റെ പശ്ചാത്തലത്തിൽ ഒറ്റപ്പെടുന്നൊരു ചരിത്രത്തിലുണ്ട്. 12 പേർ യേശുവിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ എന്ന് വെച്ചാൽ കുരിശ് സംഭവത്തിൻ്റെ ആ ഘട്ടങ്ങളിൽ 12 ശിഷ്യർ 3 പ്രാവശ്യം വിളിച്ചുണർത്തിയിട്ടും അവർ കടന്നുറങ്ങി. ആ ഗുരുവുമായുള്ള അവരുടെ ബന്ധം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഉഹദിൻ്റെ രണാങ്കളത്തിൽ 12 ശിഷ്യർ. നിവൃത്തികേട് കൊണ്ട് ബാക്കിയുള്ളവരൊക്കെ ദൂരേക്ക് ഓടിപ്പോയി. മഹാന്മാരാകുന്ന ഖാലിദ് ബിൻ വലീദ്, ഇക്രിമത്ത് ബിൻ അബീ ജഹൽ പോലെയുള്ള ധീരരാകുന്ന ഖുറൈശി പോരാളികളുടെ നേതൃത്വത്തിൽ വലിയൊരു സംഘം ഈ 12 പേരെയും അവരുടെ ഗുരുവാകുന്ന റസൂലിനെയും വളഞ്ഞു നിൽക്കുന്നു. ഇതോടുകൂടെ മുഹമ്മദിനെ തീർത്ത് കളയണം, എൻ്റെ പിതാവിനെ കൊല്ലാൻ കാരണക്കാരായ ആളാണ് ഈ മുഹമ്മദ്. ഇക്രിമ അങ്ങനെ ആലോചിച്ചു. ഓരോരുത്തരും പ്രതികാരാഗ്നി കൊണ്ട് ജ്വലിച്ചു നിന്നു. അള്ളാൻ്റെ റസൂൽ ഈ 12 പേരാകുന്ന ചെറിയ സംഘത്തോട് ചോദിക്കുന്നുണ്ട്, ആരാണ് നമ്മെ ഇവരിൽ നിന്ന് പ്രതിരോധിക്കുന്നത്? തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്നു. അനയാ റസൂലല്ലാഹ്, ഞാൻ ചെയ്യാം. ലാ മക്കാനകയാ ത്വൽഹ, മാറി നിൽക്കൂ, അങ്ങയുടെ ചാൻസ് ആയിട്ടില്ലെന്ന് റസൂൽ പറയുന്നു. മറ്റൊരാൾ മുന്നോട്ട് വരുന്നു. അള്ളാൻ്റെ റസൂലാകുന്ന ഗുരുവര്യരെ സംരക്ഷിക്കാൻ സധീരം പോരാടി മരണപ്പെടുന്നു. 2-ാമൻ വരുന്നു, 3-ാമൻ വരുന്നു, 11-ാമൻ കടന്നു വരുന്നു. അദ്ദേഹവും വഫാത്താകുന്നു. ഇനി ആ ദിവ്യപ്രകാശം സംരക്ഷിക്കാൻ തൽഹത്ത് ബിൻ ഉബൈദില്ലയാകുന്ന പുലിക്കുട്ടി മാത്രം. റസൂലിൻ്റെ സമ്പദത്തിന് നിന്നില്ല. 2 കൈയിലും വാളേന്തി തൽഹ പുറപ്പെട്ടു. പിന്നെ വർണ്ണിക്കാൻ കഴിയാത്ത പോരാട്ടം നടന്നു. ഈ വലിയ സംഘത്തെ ദൂരേക്ക് ചിതറിയോടിച്ചു ത്വൽഹ എന്ന പുലിക്കുട്ടി. റസൂലിൻ്റെ അടുത്തേക്ക് അദ്ദേഹം ഓടി വന്നു. അവശനായിരിക്കുന്ന റസൂലിനെ ചുമലിലേറ്റിയിട്ട് ഉഹദിൻ്റെ മുകളിലേക്ക് മെല്ലെ 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 അദ്ദേഹം വലിഞ്ഞു കയറാൻ ശ്രമിച്ചു. അപ്പോഴേക്ക് ശത്രുപക്ഷം റീസെറ്റായി. തൽഹ റളിയല്ലാഹു അൻഹു റസൂലിനെ അവിടെ സുരക്ഷിതമായി വെച്ച് അവർക്കെതിരെ പോരാട്ടം തുടങ്ങി. പല പ്രാവശ്യം ഇത് ആവർത്തിച്ച് അള്ളാൻ്റെ റസൂലാകുന്ന ദിവ്യപ്രകാശം കെടാതെ ഉഹദിൻ്റെ ഉച്ചിയിൽ ആർക്കും കാണാനാവാത്ത മലയുടെ ഒരു പഴുതിൽ ഹബീബോരെ സംരക്ഷിച്ചു വെച്ചതിന് ശേഷം തൽഹത്ത് ബിൻ ഉബൈദില്ല ബോധരഹിതനായി ഒരു കുഴിയിലേക്ക് വീഴുന്നു. റസൂലിനെ കാണാനില്ല. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഓടി നടക്കുകയാണ്. അങ്ങനെയാണ് മഹാനുഭാവൻ്റെ ശ്രദ്ധയിൽ അങ്ങകലെ ഉഹദിൻ്റെ ഉച്ചിയിൽ ഒരു പാറപ്പൊത്തിലിരിക്കുന്ന, തലയിൽ നിന്ന് രക്തമൊഴുകിക്കൊണ്ട് തലതാഴ്ത്തി തളർന്നിരിക്കുന്ന റസൂലിനെ കാണുന്നത്. തൻ്റെ കൂട്ടുകാരൻ അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹിനെയും കൂട്ടി അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഉഹദിൻ്റെ മുകളിലേക്ക് ഓടിക്കതച്ചെത്തിയപ്പോൾ അബൂബക്കർ, എന്നെ വിടൂ, നിങ്ങളുടെ കൂട്ടുകാരൻ കിടക്കുന്നത് ശ്രദ്ധിക്കൂ എന്നും പറഞ്ഞ് അള്ളാൻ്റെ റസൂൽ തൽഹത്ത് ബിൻ ഉബൈദില്ലയെ കാണിച്ചു കൊടുക്കുകയാണ്. ഇക്രിമത്ത് ബിൻ അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് കുഴിയിലേക്ക് ഇറങ്ങിയിട്ട് നമ്മളെപ്പോലെ മജ്ജയും മാംസവും മോഹങ്ങളും താല്പര്യങ്ങളും ഭാര്യയും മക്കളുമുള്ള തൽഹത്ത് ബിൻ ഉബൈദില്ലയെ മുകളിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ചരിത്രം നിശ്ചലമായിരിക്കണം. 72 മുറിവുണ്ടായിരുന്നു. തലയിൽ പല സൈഡിൽ അമ്പ് തളഞ്ഞു നിന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈകളിൽ പല വിരലുകൾ കാണാനില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചുണ്ടുപോലും മുറിഞ്ഞു തെറിച്ചിട്ടുണ്ടായിരുന്നു. അള്ളാൻ്റെ റസൂൽ തൽഹക്കൊരു പേരിട്ടു, ഷഹീദുൻ യംശി അലൽ അർള്, ജീവിക്കുന്ന രക്തസാക്ഷി. തൻ്റെ ഗുരുവര്യനെ സംരക്ഷിക്കാൻ വേണ്ടി ശരീരത്തിൻ്റെ ഓരോ ഇഞ്ചും തൽഹത്ത് ബിൻ ഉബൈദില്ല ദാനം ചെയ്യുന്നു. ആയിരക്കണക്കിന് സഹാബികളുടെ പ്രതീകം മാത്രം ഈ തൽഹ.
ഒരു ഗുരുവിനെ സംരക്ഷിക്കാൻ വേണ്ടി കാവൽ നിർത്തിയ 12 പേർ അദ്ദേഹം പ്രാർത്ഥിച്ചു വരുമ്പോഴേക്ക് കടന്നുറങ്ങുന്നു. 2 വട്ടം 3 വട്ടം ഇത് ആവർത്തിക്കുന്നു. മറ്റൊരു ഗുരുവിനെ സംരക്ഷണം തീർക്കാൻ 12 പേർ ജീവത്യാഗം ചെയ്യുന്നു. ഇതാണ് ഈ ഗുരു സമൂഹത്തെ സ്വാധീനിച്ച വിധം. ഇതാണ് ഈ ഗുരു സമൂഹത്തെ സ്വാധീനിച്ച വിധം. ഇത് മനസ്സിലാക്കാതെ മുത്തറസൂലിനെ വായിക്കാൻ കഴിയില്ല. അവിടുന്ന് ഒരു കേവലം മെസ്സഞ്ചർ ആണെന്ന് പറയുന്നത് കൊണ്ട് മുത്തറസൂൽ പൂരണം ചെയ്യപ്പെടില്ല. റസൂലായിരുന്നു അവരുടെ ജീവിതം, റസൂലായിരുന്നു അവരുടെ സന്തോഷം. അതുകൊണ്ടാണ് മുസൈലിമത്തുൽ കദ്ദാബുമായുള്ള മുത്തറസൂലിൻ്റെ വഫാത്തിന് ശേഷം സംഭവിച്ച 1ാമത്തെ യുദ്ധത്തിൽ സഹാബ കിറാം പതറിപ്പോയത്. ആർക്ക് വേണ്ടി നമ്മൾ ഇതുവരെ യുദ്ധം ചെയ്തു? ആ നേതാവില്ലാതെ നമ്മൾ എങ്ങനെ പോരാടുമെന്ന് അവർ വിചാരിച്ചു പോണത്. മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ടെൻറ്റിൽ പോലും മുസൈലിമയുടെ ആളുകൾ അതിക്രമം കാണിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ അവർ ബന്ധനസ്ഥയാക്കുന്നത്. അവസാനം ഖത്തീബുർ റസൂൽ, മുത്തറസൂലിൻ്റെ പ്രഭാഷകൻ എന്ന പേരിൽ ചരിത്രം ഓമനിച്ചു വിളിക്കുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭാഷകൻ എന്ന് ചരിത്രം ഓമനിച്ചു വിളിക്കുന്ന സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ഒരു പാറപ്പുറത്ത് കയറി നിൽക്കുന്നു. സഹാബാക്കളെ മൊത്തം ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നു, ഇങ്ങനെയായിരുന്നു ഹബീബോർക്ക് വേണ്ടി നമ്മൾ പോരാട്ടം നടത്തിയത് എന്ന്? ഇങ്ങനെയായിരുന്നു മുത്തറസൂലിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ യുദ്ധം ചെയ്തതെന്ന്? സഹാബാക്കിറാം ഹൃദയം ജ്വലിക്കുന്നു. മുത്തറസൂലിൻ്റെ കൽപ്പന അവരുടെ ഹൃദയത്തിലേക്ക് ഓടി വരുന്നു. അവർ സധീരം പോരാടുന്നു. ആ യുദ്ധത്തിൽ തോറ്റുപോയിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹം യുദ്ധത്തെ തിരിച്ചു പിടിക്കുന്നു. ചരിത്രത്തിൽ എത്ര അനർഘമായ നിമിഷങ്ങൾ! ചരിത്രത്തിൻ്റെ പിൽക്കാലത്ത് മുത്തറസൂലിൻ്റെ സ്നേഹം മാത്രം മാനദണ്ഡമാക്കിയ സഹാബ കിറാമിൻ്റെ എത്ര വിപ്ലവങ്ങൾ! ഉമർ അൽ ഫാറൂഖ് തങ്ങളുടെ ഭരണകാലം, മഹാനായ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് ഈ റേഷൻ വിതരണം ചെയ്യുമ്പോൾ സയ്യിദ്ന ഉമർ അൽ ഫാറൂഖ് തങ്ങൾ സ്വന്തം പുത്രൻ അബ്ദുല്ലാഹി ബിൻ ഉമറിനേക്കാൾ ഇരട്ടി ദാനം ചെയ്യുന്നു. ഉസാമത്ത് ബിൻ സെയ്ദിനേക്കാൾ ഇരട്ടി അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഉസാമത്ത് ബിൻ സെയ്ദിന് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഇരട്ടി കൊടുക്കുന്നു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അബ്ദുല്ലാഹി ബിൻ ഉമർ എന്ന പണ്ഡിതൻ ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പിതാവേ, എന്താ ഈ ഉസാമക്ക് എന്നേക്കാൾ ഇരട്ടി നൽകിയത്? അദ്ദേഹത്തെ എന്നേക്കാൾ എന്തെങ്കിലും ശ്രേഷ്ഠതയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പിതാവാകുന്ന സെയ്ദ് ബിനുൽ ഹാരിസക്ക് എൻ്റെ പിതാവാകുന്ന ഉമറുൽ ഫാറൂഖ്, ഉമർ ബിനുൽ ഖത്താബാകുന്ന അങ്ങയേക്കാൾ എന്തെങ്കിലും ശ്രേഷ്ഠതയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഉസാമത്ത് ബിനു സെയ്ദിന് എന്നേക്കാൾ ഇരട്ടി നൽകുന്നതെന്ന് ധീരനും നീതിമാനുമാകുന്ന ഭരണാധികാരി 2ാം ഖലീഫയോട് പണ്ഡിത പ്രതിഭയാകുന്ന പുത്രൻ അബ്ദുല്ലാഹി ബിൻ ഉമർ സംശയം ചോദിക്കുകയാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് വാക്ക് കിട്ടിയില്ല. അവിടുന്ന് തലതാത്തിരുന്നു, ഏങ്ങി കരഞ്ഞു. കണ്ണീർ വാർത്തുകൊണ്ട് കലങ്ങിയ കണ്ണുമായി പ്രിയപ്പെട്ട പുത്രൻ്റെ മുഖത്തേക്ക് നോക്കി മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, ഡാ മോനെ, നിന്റെ പിതാവാകുന്ന ഈ ഉമറിനേക്കാൾ ഉസാമൻ്റെ പിതാവാകുന്ന സെയ്ദ് ബിനുൽ ഹാരിസയെ മുത്തറസൂലിന് ഇഷ്ടായിരുന്നടാ. നീയാകുന്ന അബ്ദുള്ളയേക്കാൾ ഈ ഉസാമത്ത് ബിൻ സെയ്ദിനെ അള്ളാൻ്റെ റസൂൽ സ്നേഹിച്ചിരുന്നടാ. അതിനപ്പുറം മറ്റൊരു മാനദണ്ഡമില്ല. അതിനപ്പുറം വേറൊരു യുക്തിബോധത്തിനും ഇവിടെ പ്രസക്തിയില്ല. നീയും ഉസാമയും ഈ നാട്ടിലെ തുല്യ പൗരരാണ്, അതെനിക്കറിയാം. പക്ഷേ നിന്നേക്കാൾ അള്ളാൻ്റെ റസൂലിന് ഈ ഉസാമനെ ഇഷ്ടായിരുന്നു. കറുകറുത്ത നിർജോഗ്രവംശനാകുന്ന ഈ ഉസാമയെ ഒരു കാലിലും വെളുത്ത ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ മറ്റു കാലിലും വെച്ച് മുത്തറസൂൽ കൊഞ്ചിച്ചിരുന്നടാ. ഉസാമയുടെ മൂക്കൊലിക്കുമ്പോൾ ഐഷ ബീവി റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്നുണ്ട്, മുത്തറസൂൽ തൻ്റെ സ്വന്തം കൈ കൊണ്ടത് വൃത്തിയാക്കാൻ പോകുന്നു. അസമയത്ത് ഐഷ ബീവി ഇടപെടുന്നു, ഞാൻ ചെയ്യാം റസൂലെ എന്ന്. മുത്തറസൂൽ പറയുന്നുണ്ട്, ഐഷോ, ഈ ഉസാമൻ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, അതുകൊണ്ട് നീയും ഉസാമനെ സ്നേഹിക്കണം എന്ന്. അള്ളാൻ്റെ റസൂലിൻ്റെ ഇഷ്ടത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തു നീതിമാനാകുന്ന ചക്രവർത്തി സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുക.
അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഇഷ്ടത്തിനാണോ നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമെന്ന് നമ്മളൊന്ന് വിലയിരുത്തുക. പലരും പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ട് നമ്മുടെ തീരുമാനവും മുത്തറസൂലിൻ്റെ തീരുമാനവും വിരുദ്ധമായി വരുമ്പോൾ SSFകാരെ, SYSകാരെ, ICFിൻ്റെയും RSCയുടെയും സജീവ പ്രവർത്തകരെ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ തീരുമാനത്തേക്കാൾ നമ്മുടെ തീരുമാനങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ജീവിച്ച പൂർവികരോട് നമ്മൾ ക്ഷമ പറയേണ്ടി വരും. അതുകൊണ്ട് ഈ വിശാലമായ സദസ്സിൽ അള്ളാഹുവിൻ്റെ അബീബരെ പഠിക്കാനും കൂടുതൽ ഉൾക്കൊള്ളാനും ആ റസൂലിൻ്റെ ഏറ്റവും മനോഹരമായ സന്ദേശങ്ങൾ ലോകത്തിന് പകരാനും ഏറ്റവും ദൃഢമായ രീതിയിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ അനുകരിച്ച് വിജയം നേടാനും നമ്മൾ പ്രതിജ്ഞയെടുക്കണമെന്ന് എന്നോടും പ്രിയപ്പെട്ട സദസ്യരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ഒരു വിശുദ്ധമായ വേദിയിൽ റബീഉൽ അവ്വലിൻ്റെ ഫസ്റ്റ് ഘട്ടത്തിൽ തന്നെ നബിയെക്കുറിച്ച് ഏതാനും ചില വാക്യങ്ങൾ പറയാൻ എനിക്ക് അവസരം നൽകിയ ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുന്നു, നന്ദി അറിയിക്കുന്നു. അള്ളാഹു അവർക്കും നമുക്കും ദീനിൻ്റെ എല്ലാ ഖാദിമീങ്ങൾക്കും ദുനിയാവിലും ആഖിറത്തിലും സമ്പൂർണ്ണമായ വിജയം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവരും ദുആ ചെയ്യണം. സഫർ മാസം, ഈ കഴിഞ്ഞ മാസം എൻ്റെ ഉമ്മയുടെ ആണ്ടിൻ്റെ മാസമാണ്. എൻ്റെ വാപ്പ മരിച്ചിട്ടുണ്ട്, നമ്മുടെയൊക്കെ മാതാപിതാക്കൾ പലരും മരിച്ചിട്ടുണ്ട്. ഈ വിശുദ്ധമായ വേദിയിലുള്ള ദുആയിലും മറ്റു ദുആയിലും ഒക്കെ അവരെല്ലാവരെയും ഓർക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.